മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഒക്കെ പ്രായേണ അല്പം ബുദ്ധിമുട്ടുള്ളതും പല ഡിബേറ്റ്സുകൾ ഉണ്ടാകുന്നതുമായ ഒരു ഭാഗമാണ് 7-ാം അധ്യായം. അതിന്റെ ഒരു പ്രശ്നം പറഞ്ഞു നൽകുകയാണ്. നമ്മുടെ ഈ ഗൂഢമായ മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും മുഴുവൻ ഉത്തരം ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വന്നേക്കില്ല. അത് അധ്യായത്തിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. അതിനുള്ള വിവരം നമുക്കില്ലെന്ന്, നമ്മൾ മന്ദബുദ്ധികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ആരും അതിനെ കിഴിഞ്ഞ് ചർച്ച ചെയ്ത് ബുദ്ധിമാന്മാരാകാൻ ശ്രമിക്കേണ്ടെന്നാണ് എന്റെ വിനീതമായ ഒരു അഭിപ്രായം. കാരണം പുതിയ നിയമത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പഴയ നിയമത്തിൽ മാത്രമായിരുന്നെങ്കിൽ നാം ഈ മൽക്കീസദേക്കിനെ കുറിച്ച് പരാമർശിക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷെ അത് പുതിയ നിയമത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് നിശ്ചയമായിട്ടും നാം ആ ഭാഗം ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും നിർബന്ധമായ വേദപഠനത്തിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ എബ്രായർക്കുള്ള ലേഖനത്തിന്റെ നടുവിലുള്ള ഈ അധ്യായം വളരെ നിഗൂഢമായ ഒരു വ്യക്തിയായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മൽക്കീസദേക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഈ അധ്യായം. എബ്രായ ലേഖനത്തെ മനസ്സിലാക്കാൻ പ്രയാസമാണെന്ന് പൊതുവിലുള്ള എല്ലാവരും കരുതുന്നുണ്ട്. എബ്രായ ലേഖനം വളരെ ബുദ്ധിമുട്ടുള്ളൊരു ലേഖനമാണെന്ന്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ലേഖനമാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ലേഖനത്തെ ഗൗരവമായിട്ട് പഠിക്കാൻ ആരും ശ്രമിക്കാറില്ല. പരക്കെ നമ്മുടെ ഇടയിൽ പഠിക്കുന്ന ലേഖനങ്ങളിൽ പൊതുവിൽ റോമാലേഖനമൊക്കെയാണ് പോപ്പുലറായിട്ട് നിൽക്കുന്നത്. വളരെ പ്രചാരത്തിൽ നിൽക്കുന്നത് റോമാലേഖനങ്ങളും മറ്റ് എഫെസ്യൻ ലേഖനങ്ങളും മറ്റു ലേഖനങ്ങളുമാണ്. ഇത് പ്രായണ ഒരു ഗൗരവമുള്ളതും കഠിനവുമായതുകൊണ്ട് പൊതുവിൽ അത് അത്ര ഹൃദ്യവുമല്ല. അത് നമ്മൾ ചില അധ്യായങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ വളരെ കഠിനമായ പരിശ്രമം ഉണ്ടെങ്കിലേ ഗ്രഹിക്കാനും പറ്റുള്ളൂ. പഠിപ്പിക്കുന്നവർക്ക് മാത്രമല്ല, കേൾക്കുന്നവർക്കും ഹൃദ്യമായി തീരാൻ ബുദ്ധിമുട്ടുള്ളതാണ് എബ്രായ ലേഖനത്തിന്റെ ചിന്തകളിൽ പലതും. പക്ഷെ ഓരോ അധ്യായങ്ങളും നമ്മൾ 6-ാം അധ്യായം വരെ വളരെ ക്ഷമയോടെയാണ് ധ്യാനിച്ചു പോയത്, വളരെ പേഷ്യൻസോടെയാണ് ധ്യാനിച്ചു പോയത്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഓരോ അധ്യായങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ടും കഴിയും. ക്രിസ്തു ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. 7-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തില്, നാം ഇന്ന് പഠിക്കുന്ന വാക്യത്തില് സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന ക്രിസ്തുവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ള ചിന്തയിൽ നിന്ന് കുറച്ചുകൂടെ ഉന്നതമായ നിലയിലേക്ക് മാറിയിട്ട് സ്വർഗത്തെക്കാൾ, ഈ സ്വർഗത്തിലൂടെ കടന്നുപോയവനേക്കാൾ ഉന്നതനായ ഒരു ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ പ്രോഗ്രഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ആ ക്രിസ്തുവിലേക്കുള്ള വളർച്ച ഈ ലേഖകൻ നമുക്ക് നൽകുന്നത്. ഇവിടെ ഒരു പഠനമായതുകൊണ്ട് ആരംഭത്തില് പൊതുവിലുള്ള ഇതിന്റെ ചിന്ത ചർച്ച ചെയ്യപ്പെടുന്നതിന് മുൻപ് മൽക്കീസദേക്കും ക്രിസ്തുവും തമ്മിൽ നമുക്ക് പട്ടികപ്പെടുത്താൻ അല്ലെങ്കിൽ ചേർത്ത് വെക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന വേദപുസ്തകത്തിൽ 10 താരതമ്യങ്ങളുണ്ട്. ഞാൻ ഈ താരതമ്യം പറയുമ്പോൾ, കമ്പാരിഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. മൽക്കീസദേക്ക് ലേഖനകർത്താവ് പരാമർശിച്ചില്ലായിരുന്നെങ്കിൽ നാം ഗൗരവമായി എടുക്കേണ്ട ഒരാളെ അല്ലായിരുന്നു. പക്ഷെ ഇത് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയത് കൊണ്ട് പുതിയ നിയമവിശ്വാസികൾ ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി പഠിച്ചേ പറ്റുകയുള്ളൂ. അതിന് നമുക്ക് യാതൊരു എക്സ്ക്യൂസും ഇല്ല. അതുകൊണ്ട് 10 ക്രിസ്തുവുമായിട്ടുള്ള 10 താരതമ്യങ്ങൾ നമുക്ക് ഒന്ന് കണ്ടുപോകാം, ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. 2-ാമത്തെ വാക്യത്തിൽ, 7-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് മൽക്കീസദേക്കിനെ കുറിച്ച് പറയുമ്പോൾ നീതിയുടെ രാജാവ് എന്നുള്ള പ്രയോഗമുണ്ട്, അല്ലെ?
പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം കാണാനായിട്ട് കഴിയും. നീതിയുടെ രാജാവ്. സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ്. നീതിയുടെ രാജാവ് എന്നുള്ളൊരു പ്രയോഗം അവിടെ നമുക്ക് കാണാം. ഈ ഇരമ്യാപ്രവചനം 33-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യത്തിലും ക്രിസ്തുവിനെ നീതിയുടെ മുള എന്നാ വിളിക്കുന്നത്, അല്ലെങ്കിൽ നീതിയുടെ കർത്താവ് എന്നാ വിളിക്കുന്നത്. അപ്പോൾ ഒന്നാമത് കർത്താവുമായിട്ട് മൽക്കീസദേക്കിനെ താരതമ്യം ചെയ്യുമ്പോൾ ഒരേ പദപ്രയോഗങ്ങൾ നമുക്ക് ഇരുവരിലും കാണാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമതായിട്ട് അവിടെ വായിച്ച വാക്യത്തിലുണ്ട്, അവൻ സമാധാനത്തിന്റെ രാജാവായിരുന്നു. മൽക്കീസദേക്ക് സമാധാനത്തിന്റെ രാജാവായിരുന്നു. സിയോൻ പുത്രിയോട് നമുക്ക് സെക്കറിയാവിന്റെ പുസ്തകത്തില് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് 9:9 വായിക്കാൻ കഴിയുന്നുണ്ട്. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവരുമായി കഴുതപ്പുറത്ത് പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്ത് കയറി വരുന്നു. ഈ ഒരു വിവരണം സത്യം പറഞ്ഞാല് തികഞ്ഞ സമാധാന അന്തരീക്ഷത്തിന്റെ ഒരു ചിത്രമാണ്. നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും. ഒരു പെൺകഴുതിയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്ത് കയറി വരുന്നു, നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായിട്ട്. അപ്പോൾ ഇവിടെ കർത്താവ് അത് നിന്റെ രാജാവാ. രാജാവ് ഒരിക്കലും താഴ്മയോടെ അല്ല വരേണ്ടത്. അവൻ ഈ ചെറിയ കഴുതപ്പുറത്തുമല്ല വരേണ്ടത്, ശരവേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരപ്പുറത്താണ് എന്ത് ചെയ്യേണ്ടത്, വരേണ്ടത്. ഇതാകമാനം യേശുവിനെ ഒരു സമാധാനത്തിന്റെ രാജാവായിട്ടാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മൽക്കീസദേക്കും യേശുവും തമ്മിൽ രണ്ടാമത്തെ താരതമ്യം ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മൂന്നാമതായി മൽക്കീസദേക്ക് 3-ാമത്തെ വാക്യത്തിൽ അവന് പിതാവില്ല മാതാവില്ല എന്നുള്ളൊരു പരാമർശം ലേഖകൻ നൽകുന്നുണ്ട്. ഈസ് നോട്ട് എ ഫാദർ ആൻഡ് മദർ. അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തില് ഭൂമിയിലെ ഒരു പിതാവിന്റെ സന്തതിയിൽ നിന്നല്ല ക്രിസ്തു ജനിച്ചത്, അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജനിച്ച ദൈവപുത്രനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 3-ാമത്തെ താരതമ്യവും ഏകദേശം ഒക്കെ നമുക്ക് ക്രിസ്തുവുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്നതാണ്. 3-ാമത്തെ വാക്യത്തിൽ ഞാൻ മൽക്കി എന്നങ്ങ് പറയാം. മൽക്കീസദേക്ക് അത്രയും നീണ്ട പേര് പറയാതെ ഒരു സെമിനാരി വാക്കായിട്ട് ഈ മൽക്കി വംശാവലി ഇല്ലാത്തവനായിരുന്നു. 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ ജിനിയോളജി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ജൂയിഷ് പാരമ്പര്യത്തില് ജീനിയോളജിക്ക് വളരെ പ്രാധാന്യം ഇക്കാലത്ത് വരെ അവര് കൽപ്പിക്കുന്നുണ്ട്. ഫൈൻ, അവർക്ക് എല്ലാം ട്രേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചിതറപ്പെട്ട ജനത്തിന് അവരിന്നും ജീനിയോളജിയിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ്. നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ സുറിയാനി ക്രിസ്ത്യാനികളെ പോലൊക്കെ അവര് പാരമ്പര്യങ്ങളിൽ കുറച്ച് ഗൗരവം കൊടുക്കുന്നവരാണ് എന്നുള്ളത് പോലെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന് വംശാവലി ഇല്ലായിരുന്നു. മൽക്കീസദേക്കിന്, ഈ മഹാപുരോഹിതന്, അവൻ ലേവി ഗോത്രത്തിൽ നിന്നോ മറ്റേതെങ്കിലും അറിയപ്പെടുന്ന ഗോത്രത്തിൽ നിന്നോ എന്ന് ഇവിടെ ലേഖകന് നോട്ട് ചെയ്യാനായിട്ടില്ല. പരാമർശിക്കേണ്ട ഇദ്ദേഹം ഏത് ഗോത്രത്തിൽ നിന്നാണെന്നൊന്ന് പരാമർശിക്കാനായിട്ടില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ക്രിസ്തുവും സത്യം പറഞ്ഞ ലേവ്യ പൗരോഹിത്യ ഗോത്രത്തിൽ നിന്നല്ല.
യഹൂദ ഗോത്രത്തിൽ നിന്നായിരുന്നു. അപ്പോ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഈ ഒരു മഹാപുരോഹിത വംശാവലി യേശുവിനും ഇല്ലായിരുന്നു. ഒരു പൗരോഹിത്യ വംശാവലിയുടെ ഒരു ക്രമീകരണം യേശുവിന് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ വംശാവലി ഇല്ലാതിരുന്നവനായ മൽക്കിയെ നമുക്ക് ലേവ്യ പൗരോഹിത്യം ഇല്ലാത്ത പുരോഹിതനായ യേശുവുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലായല്ലോ? അതിന്റെ ആ കമ്പാരിഷൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ തെളിയിച്ച് നൽകുന്നത്. അങ്ങനെ നമുക്ക് ആ ഭാഗത്തും ഒരു താരതമ്യം കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ അഞ്ചാമത്തെ കാര്യം, മൽക്കിയെ കുറിച്ച് പറയുന്നത് അവന് മൂന്നാമത്തെ വാക്യം തന്നെയാ കേട്ടോ. ഞാൻ ആ ഭാഗം വായിപ്പിക്കുന്നില്ല. നമുക്ക് അതിന് ഉള്ളിൽ ആ വായനയുടെ ഭാഗം അത്യാവശ്യമെങ്കിൽ വായിക്കാം. ആ സമയം കൂടി നമുക്ക് ക്ലാസ്സുകൾ മുൻപോട്ട് കൊണ്ടുപോകാമല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീവിതാരംഭവും ജീവിതാവസാനവും ഇല്ല എന്നാണ് മൂന്നാമത്തെ വാക്യത്തില് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തുടക്കവും ഒടുക്കവും ഇല്ല, ജീവിതാരംഭവും ജീവിതാവസാനവും ഇല്ലെന്നുള്ള പരാമർശമാണ് മൂന്നാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. ക്രിസ്തുവിനെ സംബന്ധിച്ചും യോഹന്നാൻ 1:12 സൂചിപ്പിക്കുന്നത്, ഭൂതകാലം മുതൽ ക്രിസ്തു എപ്പോഴും ദൈവത്തോടൊപ്പമായിരുന്നു, അവന് അന്തം ഇല്ല എന്നുള്ള പരാമർശമാണ്. അതുകൊണ്ട് തന്നെ മൽക്കിയും ക്രിസ്തുവും തമ്മിൽ അഞ്ചാമത് നമുക്ക് ഈ നിലയിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ ഈ അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിയുന്നു. 4-ാമത്തെ വാക്യത്തിൽ മൽക്കീസദേക്ക് ഒരു വലിയ മഹാനായി തീർന്നു, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞ മൽക്കിയെ പരിചയപ്പെടുത്തുന്ന ലേഖനകർത്താവ് ഇവൻ എത്ര മഹാൻ എന്ന് പറയുന്ന ഒരു വാക്ക. ഗോത്ര പിതാവായ അബ്രഹാം പോലും അദ്ദേഹത്തിന് എന്തു കൊടുത്തു? ദശാംശം കൊടുത്തെന്നാ പറയുന്നത്. ദശാംശം കൊടുത്തെന്നാ പറയുന്നത്. അപ്പൊ അത്ര മഹാനാണ് ഈ കക്ഷി, ഈ പഴയ നിയമത്തിലുള്ള ഈ മൽക്കി എന്ന് പറയുന്നയാള്. ഈ കർത്താവിന്റെ ദൂതൻ മറിയോട് യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു പദമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വചനം. അവൻ വലിയവനാകും, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ അവൻ മഹാൻ ആകും. അപ്പൊ അതുകൊണ്ട് 6-ാമതായിട്ട് മൽക്കീസദേക്കും ക്രിസ്തുവും തമ്മിൽ നമുക്ക് ഈ തരത്തിൽ ഒരു താരതമ്യം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. 7-ാമത്തെ ഒരു താരതമ്യം, മൽക്കി അബ്രഹാമിന് നൽകി അല്ലേ? എന്തൊക്കെ നൽകി? അപ്പവും കൊടുത്തല്ലേ? ഇപ്പൊ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകി. എന്താ നൽകിയത്? തന്റെ ശരീരത്തിന്റെ ചിഹ്നങ്ങളായ അപ്പവും വീഞ്ഞും നൽകി. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ തന്റെ ശരീരത്തിന്റെ ചിഹ്നങ്ങളായി ഈ ഓർമ്മയ്ക്കായി എന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയാം. ഞാൻ കുറച്ചുകൂടെ വ്യത്യസ്ത ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. അവിടുത്തെ ശരീരത്തിന്റെ ചിഹ്നങ്ങളായി അപ്പവും വീഞ്ഞും നൽകി എന്നതാണ്. അപ്പൊ ഇത് 7-ാമത്തെ ഒരു താരതമ്യമാണ് മൽക്കീസദേക്കും യേശു ക്രിസ്തുവും തമ്മിൽ. 8-ാമതായിട്ട് മൽക്കിയെ കുറിച്ച് ലേഖനകർത്താവ് പറയുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതനായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തില് മൽക്കിയെ കുറിച്ച് പറയുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതനായി എന്നാണ്. എബ്രായ ലേഖനം 6:20 കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് ക്രിസ്തു നമ്മുടെ നിത്യനായ മഹാപുരോഹിതനാണ് എന്നുള്ളതാണ്. അപ്പോൾ മൽക്കിയും ക്രിസ്തുവും തമ്മിൽ 8-ാമത്തെ താരതമ്യം. 9-ാമതായിട്ട് ശത്രുക്കളെ അബ്രഹാമിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ മൽക്കി അനുഗ്രഹിച്ചു. മൽക്കീസദേക്ക് അനുഗ്രഹിച്ചു. മൽക്കി എന്ന് ഞാൻ ഷോർട്ട് ഫോമിൽ പറയുന്നതാണ്. മൽക്കി അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 14:20 അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ മൽക്കീസദേക്ക് അനുഗ്രഹിച്ചു. 110-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ
നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ ശത്രുക്കളെയും അവന്റെ പാദപീഠമാക്കുന്നത് വരെ കർത്താവായ യേശു ക്രിസ്തു എവിടെയാണ്? പിതാവിന്റെ വലതുഭാഗത്താണ്. ഇവിടെ അബ്രഹാമന്റെ ശത്രുക്കളെ അബ്രഹാമന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തെ അവൻ സ്തുതിച്ചു. എല്ലാ ശത്രുക്കളെയും അവന്റെ പാദപീഠമാക്കുവോളം നമ്മുടെ മഹാപുരോഹിതനും വിശ്രമമില്ല. അവൻ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? മധ്യസ്ഥത ചൊല്ലും. ഇത് 9ാമത്തെ ഒരു താരതമ്യമാണ് മൽക്കീസദേക്കും യേശുവും തമ്മിലുള്ളത്. 10ാമതായിട്ട് 14ാം അധ്യായ ഉൽപ്പത്തി പുസ്തകം 19ാമത്തെ വാക്യത്തില് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ എന്ന നിലയിലാണ് ഈ മൽക്കീസദേക്ക് അനുഗ്രഹിക്കുന്നത്, അല്ലെ? അനുഗ്രഹിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16ാമത്തെ വാക്യത്തില് എല്ലാം അവനിലൂടെയും, ആരിലൂടെ? ക്രിസ്തുവിലൂടെയും അവനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ എന്നുള്ള പദപ്രയോഗം വരുമ്പോൾ കർത്താവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവനാണ്. അവൻ യേശു ക്രിസ്തുവിലൂടെ നമ്മെ എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെ ഞാൻ ഈ 10 താരതമ്യം പറഞ്ഞത് പൊതുവിലുള്ള മൽക്കീസദേക്കിന് നിഗൂഢമായ വ്യക്തിയെ കുറിച്ച് കുറച്ചുകൂടെ വിശാലമായി ചിന്തകൾ ഉണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ അബ്രഹാമിന്റെ കഥയിൽ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തില് മൽക്കീസദേക്ക് നമുക്ക് മറ്റെവിടെയും പ്രത്യക്ഷപ്പെടാതെ ഈ ഭാഗത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. അതിനുശേഷവും അതിനു മുൻപും എന്ത് ചെയ്യുന്നില്ല, ഒരു എൻകൗണ്ടറോ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. ഇതാ നമ്മുടെ ഒരു പ്രശ്നം. ഈ തിയോളജിക്കൽ അല്ലെങ്കിൽ പഠനപരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ അതാണ് നമുക്ക് വരുന്നത്. ഈ പഴയ നിയമത്തിൽ നമുക്ക് മൽക്കീസദേക്ക് എന്ന കഥാപാത്രം ഇല്ലെന്ന് കരുതുക എന്റെ ഒരു ചിന്തയാ. അദ്ദേഹം ഒരു ഇമ്പോർട്ടന്റ് വ്യക്തി അല്ല എന്ന് നമ്മൾ വാദിക്കുമ്പം പറയുന്നത് എബ്രഹാമിന്റെ ഈ ഒരു എൻകൗണ്ടറിൽ മാത്രമേ അദ്ദേഹത്തെ കാണുന്നുള്ളൂ, പിന്നെ എങ്ങും കാണുന്നില്ല. ഈ 39 ബുക്സിലും അദ്ദേഹത്തെ കുറിച്ച് പരാമർശമില്ല എന്ന് നമ്മൾ വാദിക്കുമ്പോൾ ഞാൻ ഒരൊറ്റ ചോദ്യം അങ്ങനെ ഉള്ളവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, പഴയ നിയമത്തിൽ നമുക്ക് ഈ മൽക്കീസദേക്ക് എന്ന കഥാപാത്രം ഇല്ലെന്ന് ചിന്തിക്കുക. എബ്രഹാമിന്റെ എൻകൗണ്ടറിലും അദ്ദേഹം രേഖപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് അനുയോജ്യമായി താരതമ്യം ചെയ്യാൻ മറ്റൊരാൾ നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അഹരോനെ നമുക്ക് കർത്താവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ കർത്താവുമായിട്ട്, നമ്മുടെ രക്ഷിതാവുമായി നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആ പഴയ നിയമത്തിൽ ഒരാളെയും കർത്താവുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രൈസ് ഗോഡ് ഫോർ മൽക്കി. മൽക്കിയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ എൻകൗണ്ടറിൽ കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകാം നിശ്ചയമായിട്ടും. എന്നാൽ മൽക്കി ഉള്ളത് കൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് അനുയോജ്യമായ ഒരു പഴയ നിയമ വ്യക്തി, ഒരു പഴയ നിയമ സംഭവത്തെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതാ എബ്രായ ലേഖന കർത്താവ് വിട്ടുകളയാതെ മറ്റ് ലേഖനകർത്താക്കളൊക്കെ വിട്ടുകളഞ്ഞെങ്കിലും എബ്രായ ലേഖന കർത്താവ് മൽക്കീസദേക്കിനെ പ്രത്യേകിച്ച് എബ്രായ ക്രിസ്ത്യാനികളോട് എഴുതുമ്പോൾ ക്രിസ്തുവുമായി താരതമ്യം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അൺഇമ്പോർട്ടന്റ് ആയിട്ട് നെഗ്ലക്റ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരാളല്ല എന്നാ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം. മറ്റൊരു കാര്യം, പഴയ നിയമത്തിൽ അനാവശ്യ ഭാഗങ്ങളോ അനാവശ്യമായ വിശദാംശങ്ങളോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ചിലരൊക്കെ ന്യൂ ടെസ്റ്റ്മെന്റ് നിന്നുകൊണ്ട് പഴയ നിയമത്തിൽ കുറെ അനാവശ്യമായ പരാമർശങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. തിരുവെഴുത്തുകളെല്ലാം ദൈവവിശ്വാസ്യമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പുതിയ കവനന്റെ, പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലേ ഞാൻ പഴയ നിയമത്തെ നോക്കി കാണുന്നുള്ളൂ. പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ നിന്ന്
നാം നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പഴയ നിയമത്തിൽ അനാവശ്യമാണ് നമുക്ക് എന്ത് ചെയ്യാം, തോന്നിയേക്കാം. പക്ഷേ പഴയ നിയമം നൽകപ്പെട്ട കാലത്ത് അത് അനാവശ്യമൊന്നും അല്ലായിരുന്നു, വളരെ ആവശ്യമായിരുന്നു. നമ്മൾ തീവ്രമായി പുതിയ നിയമത്തിലേക്ക് പഠിപ്പിക്കുന്ന പല പഠിതാക്കളും വളരെ വ്യത്യസ്തമായി പഴയ നിയമത്തെ നെഗ്ലക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും അത്ര ഭൂഷണമല്ലെന്നാണ് ഞാൻ പറഞ്ഞ് വരുന്നത്. അത് നമുക്ക് എപ്പോഴും അത് കൃത്യമായി കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഇനിയും പുതിയ നിയമം പഴയ നിയമത്തിൽ വെച്ച് പഴയ നിയമത്തിൽ മറച്ചു വെക്കുകയും പുതിയ നിയമം പഴയ നിയമം മറച്ചു വെച്ചു, അല്ലെ? ഞാനൊരു ഭാഷ ഉപയോഗിച്ചതേ ഉള്ളൂ. അപ്പൊ പഴയ നിയമം വായിച്ചാൽ മറച്ചു വെക്കപ്പെട്ട പുതിയ നിയമത്തെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നമ്മൾ അങ്ങനെ ഒക്കെ പുതിയ വിശ്വാസികളൊക്കെ വരുമ്പോൾ നമ്മൾ പറയും സുവിശേഷം വായിക്കും, ലൂക്കോസ് വായിക്കും എന്നൊക്കെ പറയും, നല്ലതാണ്. കാരണം ഈ പഴയ നിയമത്തിലെ വംശാവലിയൊക്കെ തട്ടിത്തടഞ്ഞ് അവര് ആകെ പ്രശ്ന സങ്കീർണമായി തീരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും. പക്ഷേ അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ 39 പുസ്തകങ്ങളുടെ പ്രാധാന്യത്തെ ഒന്നും നമുക്ക് അവഗണിക്കാനൊന്നും പറ്റില്ല. അവിടെയുള്ള ഗോലിയാത്തിന്റെ കഥ പ്രസംഗിച്ചത് കൊണ്ട് പഴയ നിയമം പ്രാധാന്യം ഇല്ലാതെയാകുന്നില്ല. നമ്മൾ ചില സൂചനകൾ നൽകുമ്പോൾ പഴയ നിയമം ഇൻവാലിഡ് എന്ന് പ്രസംഗിക്കപ്പെടുന്ന ആശയത്തിലേക്ക് നാം നടത്തപ്പെടുന്നെങ്കിൽ അത് അപകടമാണ്. ഞാൻ പറഞ്ഞു വന്നത് അത് അപകടമാണ്. എല്ലാ വാദങ്ങൾക്കും സന്തുലിതാവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. എക്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തെറ്റായ ഉപദേശത്തിലേക്ക് നമ്മെ എന്ത് ചെയ്യും, എത്തിക്കും. അതുകൊണ്ട് ഞാൻ വിനയത്തോടെ പറയുകയാണ്, ഞാനും നിങ്ങളുമൊക്കെ പുതിയ നിയമത്തെ വളരെ ഫോക്കസ് ചെയ്ത് ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നവരാണ്. പക്ഷെ എന്റെ ചില സുഹൃത്തുക്കൾ ആ എക്സ്ട്രീമിലേക്ക് കടന്നപ്പോ അവർ പാടെ 39 പുസ്തകങ്ങളെ ദുഷിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട് സ്നേഹത്തോടെ വ്യക്തിപരമായി അവർക്ക് കത്തുകൾ ഞാൻ എഴുതി അവരെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ചിലര് സ്നേഹത്തോടെ ഇത് സ്വീകരിച്ചു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അവർ പറയുന്ന ഇടങ്ങൾ, വേദികൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ഈ ആശയം കൺവേ ചെയ്യപ്പെടുന്ന ഇടങ്ങളിലും ആളുകൾ ഉണ്ട് എന്നുള്ളതും എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏത് വചന പഠനത്തിൽ ആയിരിക്കുന്നവരും ഒരു എക്സ്ട്രീമിലേക്ക് പോകരുത്. ഒരു നാണയത്തിന് 2 വശങ്ങൾ ഉണ്ടെന്ന് നന്നായി എന്ത് ചെയ്യണം, മനസ്സിലാക്കി വേണം വേദപുസ്തക പഠനം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് പുതിയ നിയമം പഴയ നിയമത്തിൽ മറച്ചു വെക്കുകയും പഴയ നിയമം പുതിയ നിയമത്തിൽ വെളിപ്പെടുകയും ചെയ്തു എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്കിഷ്ടം. അവർക്ക് എഴുതിയ കത്തിന്റെ പ്രധാനപ്പെട്ട കോട്ട ഞാൻ പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം, പുതിയ നിയമം പഴയ നിയമത്തിൽ മറച്ചു വെക്കുകയും പഴയ നിയമം പുതിയ നിയമത്തിൽ വെളിപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തുവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം മാത്രമേ ഉള്ളൂ എന്ന് ആവേശോജ്വലമായി പ്രസംഗിക്കുമ്പോൾ പറയുന്നത് തെറ്റായ ഒരു ആശയം സമൂഹത്തിന് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കാം. ചിലർക്ക് ഇപ്പൊ പഴയ നിയമത്തിൽ പ്രസംഗിക്കത്തേ ഇല്ല. കാരണം എന്തെന്നറിയോ, നമ്മൾ പറഞ്ഞിപ്പോ പേടിയാ. പുതിയ നിയമമല്ലേ? അങ്ങനെയല്ല, അവിടെയും ക്രിസ്തു ഉണ്ട്. നമുക്ക് ആ ക്രിസ്തുവിനെ എന്ത് ചെയ്യാം, പ്രസംഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പഴയ നിയമം ആരെങ്കിലും പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ നിശ്ചയമായും ശ്രദ്ധയോടെ കേൾക്കുകയും പരിശോധിച്ച് വേണ്ടത് സ്വീകരിക്കുകയും ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ അപകടകരമായിട്ടുള്ളൊരു, ഞാനൊരു പോകുന്ന പോക്കും നല്ലതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വികലതകൾ ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്. അത് നിങ്ങളത് ശ്രദ്ധിച്ച്, വിനയത്തോടെ ഞാൻ പറയുന്നത്, എന്നെയും തിരുത്താൻ നിങ്ങൾക്കും അധികാരമുണ്ട്. അത് നമുക്ക് അന്യോന്യം തിരുത്തപ്പെട്ട് മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. വി ഓൾ ആർ നോട്ട് പെർഫെക്റ്റ്. നമ്മൾ ആരും സമ്പൂർണരായ ആളുകളല്ല. അപ്പൊ ഭൂതവും വർത്തമാനകാലവും ഭാവിയും അറിയുന്നതിനാൽ ദൈവത്തിന്റെ പദ്ധതി വളരെ തികഞ്ഞതാണ്. അവൻ തുടക്കം മുതൽ അവസാനം വരെ അറിയുന്നു. ആ ദൈവമാണ് പഴയ നിയമവും തന്റെ ദാസന്മാരെ കൊണ്ട് എഴുതി വെച്ചത്. അപ്പോൾ ദൈവം അരുതാത്തതൊന്നും എന്ത് ചെയ്തിട്ടില്ല, എങ്ങും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് സാധാരണക്കാരനായ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു.
ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളിൽ ദൈവത്തിന്റെ സൗന്ദര്യം, ബ്യൂട്ടി അത്ഭുതകരമായിട്ട് വെളിപ്പെട്ടിരിക്കുന്നത്. അത് ഉൽപ്പത്തി വായിച്ചാലും, പുറപ്പാട് വായിച്ചാലും, ലേവ്യ വായിച്ചാലും, എസ്ര വായിച്ചാലും, നെഹമ്യാവ് വായിച്ചാലും, സങ്കീർത്തനങ്ങൾ വായിച്ചാലും, മത്തായി വായിച്ചാലും, വെളിപ്പാട് വായിച്ചാലും എനിക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ അത്ഭുതകരമായ സൗന്ദര്യം വെളിപ്പെടുത്തുന്നതാണ് വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള താളുകൾ. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ഒരു ഭാഗവും നമുക്ക് അവഗണിക്കാൻ കഴിയുന്നതല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു താളുകളും നാം അവഗണിക്കരുത്. നാം എല്ലാ താളുകളും പരിഗണിക്കുകയും ചെയ്യണം. അതിന്റെ വ്യാഖ്യാനത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മെ പോലെയുള്ളവർ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ അതുകൊണ്ട് അത് അവഗണിക്കുക എന്നുള്ള ചിന്തയിലേക്ക് നാം എത്തിച്ചേർന്നാൽ അത് വിശുദ്ധ തിരുവെഴുത്തിനെ നാം നിരാകരിക്കുന്നതിന് തുല്യമാകും. ഞാൻ പറഞ്ഞു വന്നത്, അത് ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എങ്കിൽ ഞാൻ ആ കൊട്ടേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച പുസ്തകത്തിലൊന്നും എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനിയും മൽക്കീസദേക്ക് തീർച്ചയായും ഒരു നിഗൂഢ കഥാപാത്രമാണ്, ഒരു മിസ്റ്ററിയാണ്, നിഗൂഢ കഥാപാത്രമാണ്. അവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അതിനേക്കാൾ വേഗത്തിൽ അപ്രത്യക്ഷനാകുകയും ചെയ്ത ഒരാളാണ്. ഒരു ഫ്രാക്ഷൻ ഓഫ് ദ സെക്കൻഡ് കൊണ്ട് പ്രത്യക്ഷപ്പെടുകയും പിന്നെ വേറെ എങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത്? ഈ പുള്ളി പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണാൻ കഴിയുന്നില്ല. ഈ 110-ാം സങ്കീർത്തനത്തിൽ തന്റെ പ്രതിരൂപത്തെ കുറിച്ചുള്ള ചില പ്രവചനങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതായത് 110 ഒന്ന് വായിച്ചായിരുന്നു ഇടയ്ക്ക് അല്ലെ. നമ്മൾ വായിച്ചില്ലെങ്കിൽ ഞാനത് പറഞ്ഞു വിട്ടായിരുന്നു. പിന്നീട് എബ്രായർക്കുള്ള ലേഖനത്തിലാണ് അദ്ദേഹത്തെ കുറിച്ച് പരാമർശം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പരാമർശം, സങ്കീർത്തനം 110 അദ്ദേഹത്തിന്റെ ഒരു പ്രതിരൂപത്തെ കുറിച്ച് ഒരു പരാമർശം, പിന്നെ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശം. ഇങ്ങനെ 3 ഭാഗങ്ങളിൽ മാത്രമാണ് ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പരാമർശം തന്നെ നമുക്ക് 110 പ്രതിരൂപമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 3 പരാമർശങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. 110:4 നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു മഹാപുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു അനുദപിക്കുകയും ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇവിടെ അത് മാത്രമല്ല, ഈ 3 ഭാഗങ്ങളിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു നിഗൂഢ കഥാപാത്രമൊന്നും ആകുന്നില്ല. പക്ഷേ അവനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും ഈ ഭാഗങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ആകെ ആശങ്കാകുലരാക്കി തീർക്കുന്നത്. ആത്മാവ് നിയോഗിച്ച ഇൻസ്പയർഡ് ആയിട്ടാണല്ലോ ഇതെല്ലാം വേദപുസ്തകങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പം ആ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ തന്റെ എഴുത്തുകാരിലൂടെ ആഗ്രഹിച്ചില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് എന്തായി തീർന്നു? ഒരു നിഗൂഢ കഥാപാത്രമായി തീർന്നു. കാരണം എന്താണെന്നറിയാം, ഇത് വെളിപ്പെടാത്തതിന്റെ കാര്യം എബ്രായ ലേഖനം 5:11 പൊതുവിൽ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട്. 5:11 നിങ്ങളൊന്ന് വായിച്ചാട്ടോ. എബ്രായ ലേഖനം തന്നെ 5:11 ധ്യാനിച്ച് കഴിഞ്ഞ ഭാഗമാണ്, പഠിച്ചു കഴിഞ്ഞ ഭാഗമാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഇവിടെ പ്രശ്നം എന്നറിയാമോ? ഈ ദൈവം ഈ കാര്യത്തെ വിശദമാക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ചില ശാസ്ത്ര നിയമങ്ങളൊക്കെ നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് നമുക്കൊന്നും മനസ്സിലായില്ലല്ലോ, പരീക്ഷാ പേപ്പറിലും എഴുതിയില്ലല്ലോ. പിന്നെ എങ്ങനെയോ രക്ഷപ്പെട്ടൊക്കെ നമ്മളൊക്കെ ഒരു പരുവത്തിൽ ഈ പരുവത്തിലൊക്കെ ആരും നല്ലുള്ളൂ എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള മന്ദത നിമിത്തം അവിടെ മന്ദത നിമിത്തം എന്ന് പറയുമ്പോ ആരെ കുറിച്ചാ പറയുന്നത്? സ്വീകർത്താക്കളെ കുറിച്ചാ പറയുന്നത്. സ്വീകർത്താക്കൾ ആരാണ്? എബ്രായ വിശ്വാസികളാണ്. അപ്പം ഞാൻ അതിനെ ഒന്ന് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വ്യാഖ്യാനിക്കുക. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാൻ പോകുന്നില്ല. ഈ മൽക്കീസദേക്ക് മാത്രമല്ല, പല കാര്യങ്ങൾ അതിനകത്ത് മൽക്കീസദേക്കും ഉണ്ട്. പൊതുവെ ഒരു കമന്റ് ആണ്, ലേഖനം കത്തെഴുതുമ്പോൾ ഉള്ളൊരു കമന്റ് ആണല്ലോ.
അപ്പൊ അതുകൊണ്ട് അധ്യായത്തെ തിരിച്ചു പഠിക്കാനും ആ കമന്റ് എല്ലാ വിഷയത്തിലും യോജിച്ചു പോകുന്ന ഒരു കമന്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാല് ഗ്രഹിക്കാൻ മന്ദതയുള്ള ഈ ലേഖനം സ്വീകരിക്കുന്നവരെ കുറിച്ച് ഈ വാക്യം പറയുന്നത്. അപ്പൊ ലേഖനത്തിൽ ഒരു വിലാസക്കാരനെ ഒന്നും പരാമർശിച്ചിട്ടില്ല, ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ഒന്നും പരാമർശിച്ചിട്ടില്ല. സത്യം പറഞ്ഞ ഇതൊരു പൊതുലേഖനം കൂടി എബ്രായ ലേഖനം. നമുക്കൊരു ജനറൽ എപ്പിസ്റ്റൽസിനകത്താണ് ഇദ്ദേഹം ഈ എബ്രായ ലേഖനവും കൂടെ വരുന്നത്. ഇത് എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടി എഴുതിയതെന്നാണ് പൊതുലേഖനം എന്ന് പറയുമ്പോൾ നമുക്ക് അവകാശപ്പെടാനായിട്ട് പറ്റുള്ളൂ. അതിന്റെ അർത്ഥം നമ്മൾ ഏറ്റവും മികച്ചവരായ ആളുകൾക്ക് പോലും പരിമിതമായ അറിവും അനുഭവമേ ഉള്ളൂ. ഏറ്റവും എക്സലന്റ് ആയി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളുടെ വചനത്തിൽ അദ്ദേഹം ഭയങ്കര എക്സലന്റ് ആയി നമുക്ക് തോന്നില്ലേ? അവര് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാല് പരിമിതമായ അറിവും അനുഭവം മാത്രമേ അവർക്കും ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ അവർ ഒരു എക്സലൻസിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം അറിയുന്നവരല്ല, മന്ദതയുള്ളവരാ. നമ്മളെല്ലാവരും മന്ദത ഉള്ളവരാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങനെ, അതിന്റെ അർത്ഥം മന്ദത എന്ന് പറഞ്ഞാല് ഈ പിന്നെ ജനിച്ചപ്പോഴുള്ള ഓട്ടിസത്തെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. മറിച്ച് എന്തുവാ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പരിമിതമായ മനസ്സുകൊണ്ട് എല്ലാം മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. നാം ഇത് ഗ്രഹിക്കുന്നത് നമ്മുടെ പരിമിതമായ മനസ്സുകൊണ്ടും കൂടിയാണല്ലോ. എല്ലാം നമുക്ക് ഗ്രഹിക്കാൻ നമുക്ക് കഴിയില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത വാക്യങ്ങളും പല കാര്യങ്ങളും വേദപുസ്തകത്തിൽ ഉള്ളപ്പോൾ തന്നെ എല്ലാ തിരുവെഴുത്തും പ്രയോജനകരവുമാണ്. ഈ ഒരു ചിന്ത മനസ്സിലാക്കണം. നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഇച്ചീച്ചി എന്ന് കരുതരുത്. അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതും നമുക്ക് എന്താണ്? പ്രയോജനകരമാണ്. പ്രയോജനകരമല്ലാത്ത ഒന്നും തിരുവെഴുത്തിനകത്തില്ല. 1 തിമോഥെയോസ് 3:16 ഞാൻ പറഞ്ഞത്. എല്ലാ തിരുവെഴുത്തും എന്താണ്? ഗുണം ചെയ്യുന്നതാണ്, പ്രയോജനകരമാണെന്നുള്ള ഒരു കമന്റ്. നമുക്ക് പ്രയോജനകരമല്ലെന്ന് ദൈവം കരുതിയിരുന്നതെല്ലാം അല്ലെങ്കിൽ നമുക്ക് പ്രയോജനമെന്ന് ദൈവം എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പ്രയോജനകരമല്ലെന്ന് ദൈവത്തിന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്നും വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടും ഇല്ല. അപ്പൊ ബൈബിളില് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രയോജനം നൽകുന്ന ഒന്നാണ്. ഞാൻ ഉദാഹരണം പറയാൻ ലളിതമായിട്ട്, മരുഭൂമിയിൽ പോകുമ്പോൾ ഒരു പാരയും കൂടെ കയ്യിൽ കരുതണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രയോജനം മനസ്സിലായല്ലോ. സിമ്പിൾ തിക്കാരെ ഞാൻ പറഞ്ഞത്. ഒരു പാര കരുതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിസർജ്യം ആളുകൾ ചവിട്ടി മലിനമാക്കി ഒരു വ്യാധി, പകർച്ചവ്യാധി ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു പാരയും കൂടെ എന്ത് ചെയ്യണം? കയ്യിൽ കരുതണം. അപ്പൊ വേദപുസ്തകത്തിന്റെ എല്ലാ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രയോജനകരമാണ്. എന്നിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാല് അത് തന്നെ ജ്ഞാനത്തിൽ ഈ 66 പുസ്തകത്തിനകത്ത് കർത്താവ് വെളിപ്പെടുത്തിയിട്ടും ഇല്ല. ഇതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഭാഗം. രഹസ്യമായ കാര്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റെതാണ്, വെളിപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യങ്ങൾ. എന്നാൽ വെളിപ്പെടുന്നവ നമുക്കും, ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? 29:29 നമുക്കും മക്കൾക്കും എന്നേക്കും അവകാശപ്പെട്ടതാണ്. ഈ നിയമത്തിന്റെ എല്ലാ വചനങ്ങളും നാം അനുസരിച്ചേ പറ്റുകയുള്ളൂ. അതിന് ഓപ്ഷൻ ഒന്നും നമുക്ക് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബൈബിളിൽ വിശദീകരിക്കാത്തതെന്തും നാം വലിയ സ്കോളർ ചമഞ്ഞ് വിശദീകരിക്കാനായിട്ട് പോകണ്ട. ഞാൻ വലിയ ബുദ്ധിമാനാണ്, ഞാൻ PhD ഒക്കെ എടുത്തപ്പോൾ ഞാനത് ഗവേഷണം ചെയ്ത് വിശദീകരിക്കാൻ ശ്രമിക്കേണ്ട. ബൈബിൾ നിർത്തുന്ന ഇടത്ത് നാമും നിർത്തണം. ബൈബിൾ നിശബ്ദമാകുന്ന ഇടത്ത് നാമും നിശബ്ദം ആകണം. ബൈബിളിൽ വിശദീകരിക്കാത്തതൊന്നും നാം വിശദീകരിക്കാൻ ശ്രമിക്കേണ്ട. ഉദാഹരണം, പഴയ നിയമത്തിൽ എലയാസർ പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, നമ്മള്
ഈ വേദപുസ്തകം പറയാത്തതിനകത്ത് നല്ല ശമരിയാക്കാരൻ ക്രിസ്തുവും പിന്നെ സത്രത്തിൽ കൊടുത്ത 4 സുവിശേഷവും എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാറുണ്ട്. ബൈബിൾ പറയാത്തതും വിശദീകരിക്കാത്തതും ഒന്നും നാം എന്ത് ചെയ്യണ്ട, പറയുകയും വിശദീകരിക്കുകയും ചെയ്യേണ്ട. ഇനിയും ആ കാര്യത്തിൽ നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അപ്പൊ പ്രതിരൂപം വന്ന ശേഷം, അല്ലെങ്കിൽ ക്രിസ്തു വന്ന ശേഷം, പ്രതിരൂപത്തിന്റെ അവ്യക്തമായ വിശദാംശങ്ങൾ നാം ഗവേഷണം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പ്രതിരൂപം വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പഴയ നിയമത്തിൽ അവ്യക്തമായ കാര്യങ്ങൾക്ക് ഗവേഷണം നടത്തി പോകേണ്ട കാര്യം നമുക്ക് അധികം ഇല്ല. ദൈവസത്തയുടെ യഥാർത്ഥ പ്രതിബിംബം പ്രത്യക്ഷപ്പെട്ടു. അവൻ ക്രിസ്തുവാണ്. യഥാർത്ഥ പ്രതിബിംബം ഇതിനകം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നിഴലിനെ, എലയാസറിനെ ഒക്കെ നമ്മൾ കൂടുതൽ ഇട കീറി പരിശോധിച്ച് വിശകലനം ചെയ്ത് മണി മാതളപ്പഴം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സമാഗമന കൂടാരത്തെയൊക്കെ കീറി വലിച്ചൊന്നും കൂടുതൽ നിഴലിനെ വ്യാഖ്യാനിക്കാൻ പോകേണ്ട ആവശ്യം ഇല്ല. അതിനോടാണ് ഞങ്ങൾക്കൊക്കെ വിയോജിപ്പ്. അല്ലാതെ പഴയ നിയമം വേണ്ട എന്നുള്ളതല്ല. അവിടെയും ക്രിസ്തു ഇരിപ്പുണ്ട്. വായിക്കുന്ന എല്ലാവർക്കും ആ കർത്താവിനെ കാണാൻ കഴിയും, തുടക്കം മുതൽ ഒടുക്കം വരെ. പക്ഷേ ഈ നിഴലിനെ മാത്രം ഇടകീറി വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കയ്യില് യഥാർത്ഥ പ്രതിബിംബം ഇരിക്കുകയാണ്, നമ്മുടെ കർത്താവ് ഇരിക്കുകയാണ്. ഇതാണ് പഴയ നിയമം നാം വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. നിഴലിനകത്ത് കയറി കിടന്ന്, അല്ലെങ്കിൽ ദാവീദ് എടുത്ത 5 കല്ലുകൾ എന്നൊക്കെ പറഞ്ഞ്, ഒരു കല്ല് ഇന്നതാണ്, ഇങ്ങനൊക്കെ പറഞ്ഞ് നമ്മൾ അനാവശ്യമായിട്ട് നിഴൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ടത്. വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഉപയോഗിക്കാം എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു അല്ലെ. നാം ഈ ധ്യാനത്തിലേക്ക് കയറുകയാണ്. ഇതിന്റെ ദൈവിക സന്ദേശത്തിലേക്ക് നാം കയറുകയാണ്. ഇത് വരുന്ന പഠനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. ഉൽപ്പത്തി 14-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലും എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലുമൊക്കെ മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ച ഒരു പരാമർശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ അധ്യായം നമുക്ക് മഹാപുരോഹിതനായ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ച 3 പ്രധാന അനുഗ്രഹങ്ങളെയാണ് 7-ാം അധ്യായം പരാമർശിക്കുന്നത്, അവതരിപ്പിക്കുന്നത്. യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതനായ നമ്മുടെ രക്ഷിതാവിൽ നിന്ന് നമുക്ക് ലഭിച്ച 3 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ. അത് മൽക്കീസദേക്കുമായി ഒന്ന് താരതമ്യം ചെയ്തു എന്നുള്ളത് മാത്രമാണ് ലേഖനകർത്താവ് അവിടെ ചെയ്തിരിക്കുന്നത്. ഒന്ന്, നമുക്ക് ലഭിച്ച യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനോട് ലഭിച്ച ആ നീതിയുടെ രാജാവിൽ നിന്ന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം 2-ാമത്തെ വാക്യത്തിലായിരുന്നു. അത് നീതിയുടെയും സമാധാനത്തിന്റെയും ഒരു ജീവിതമാണ്. ലൈഫ് ഓഫ് റൈച്ചസ്നെസ് ആൻഡ് പീസ്. നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവായിരുന്ന മൽക്കീസദേക്ക്. അപ്പൊ യേശുക്രിസ്തു കൂടെ നമുക്ക് ലഭിച്ച 1-ാമത്തെ അനുഗ്രഹം 7-ാം അധ്യായത്തിൽ പറയുന്നത് നീതിയുടെയും സമാധാനത്തിന്റെയും ഒരു ജീവിതമാ ദൈവം നമുക്ക് ആ വലിയ മഹാപുരോഹിതനായ ക്രിസ്തുവിലൂടെ നൽകിയത്. ക്രിസ്തു നമ്മുടെ നീതിയാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന്, ബാക്കി ഞാൻ വിടുകയാണ്, ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. കർത്താവ് നമ്മുടെ നീതിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? നാം അവന്റെ കൃപയാല് സൗജന്യമായി നീതീകരിക്കപ്പെടുകയും, എങ്ങനെയാണ്? ഫ്രീ ഓഫ് കോസ്റ്റ്, ഒന്നും കൊടുക്കാതെ, ഒരു ചെലവും ഇല്ലാതെ. അതിന്റെ ഒരു പോരായ്മ നമുക്കുണ്ട്. ചെലവ് ചെയ്യാതെ നീതീകരിക്കപ്പെട്ടതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെലവ് ചെയ്യേണ്ടതായിരുന്ന ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുള്ളത് എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ. കാരണം ചുമ്മാതെ കിട്ടിയത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അതിന് വിലയില്ലെന്നാണ്. കാരണം ചുമ്മാതെ കൊടുക്കുന്നത് ഒന്നും വിലയായി
വിലയില്ലാത്തത് എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദൈവം മുൻപാകെ നമ്മെ നീതിമാന്മാരായിട്ട് ക്രിസ്തു എന്ന മഹാപുരോഹിതൻ പ്രഖ്യാപിച്ചു. സൗജന്യമായ നീതീകരിക്കുക മാത്രമല്ല, ദൈവം മുൻപാകെ അവൻ പ്രഖ്യാപിച്ചു നമ്മൾ ആരാണ്, റൈച്ചസ് ആണ്, നീതിമാനാണെന്ന്. നമുക്ക് ബോധ്യമില്ലെങ്കിലും ക്രിസ്തു മുഖാന്തരം ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ആ ബോധ്യം ഇല്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യാനായിട്ട് പറ്റും? അതുകൊണ്ട് പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപാകെ പോയി നമുക്ക് ഹാജരാകാൻ മറ്റൊരു മാർഗവുമില്ല. നീതിമാനായ ദൈവത്തിന്റെ മുമ്പിൽ പോയി ഒന്ന് ഹാജരാകാൻ മറ്റൊരു മാർഗവുമില്ല. നമ്മുടെ നീതിയെ കുറിച്ച് പറയുന്നത് വൃത്തികെട്ട, അറിയിൽ കറപുരണ്ട തുണി എന്നൊക്കെ പറയാം, പക്ഷെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ മുഷിഞ്ഞ തുണിക്കഷണം മാത്രമാണ് എന്നാണ് വേദപുസ്തകത്തിൽ നമ്മുടെ നീതിയെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അക്കാലങ്ങളിലൊക്കെ നിങ്ങളെ പോലെ വസ്ത്രങ്ങൾ ധാരാളമുള്ള ഒരു കാലഘട്ടം അല്ലല്ലോ. നിങ്ങളെന്ന് പറഞ്ഞിരിക്കാം, നമ്മളെ പോലെ ഈ വസ്ത്രങ്ങൾ ഒത്തിരിയുള്ള കാലഘട്ടമല്ല. വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കാനുള്ള ഡിറ്റർജന്റ് സംവിധാനങ്ങൾ ഒന്നും തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ള ജലത്തിലാണ് അന്ന് അവർ വസ്ത്രങ്ങൾ കഴുകിയിരുന്നത്. സത്യം പറഞ്ഞാല് എല്ലാ വസ്ത്രങ്ങൾക്കും അത്യാവശ്യമൊക്കെ എന്തുണ്ട്, നല്ല വൃത്തികെട്ട മണം ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അത് അവർ തിരിച്ചറിഞ്ഞില്ല. വസ്ത്രം ഉണ്ടെങ്കിൽ ഈ നാറ്റം ഉണ്ടെന്നുള്ള ചിന്തയായിരുന്നു. നാറ്റം മാറ്റാനുള്ള സംവിധാനം ഉണ്ടാകുന്നത് വരെ നമ്മുടെ പിതാക്കന്മാരും അങ്ങനെയാ ചിന്തിച്ചത്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ പഴയ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു തരം വല്ലാത്ത ഒരു മൂക്കെ കുത്തുന്ന നാറ്റമായിരുന്നു അല്ലേ? ഒരു തോർത്തെടുത്താലോ കരിമ്പനടിച്ച് അത് വെക്കുമ്പോൾ ഒരു നാറ്റമാ. എന്നാലും അത് വെച്ച് നമ്മള് നന്നായിട്ട് മുഖം തുടയ്ക്കും ഗസ്റ്റായിട്ട് പോയാലും. അന്ന് നമ്മൾ അതുമായിട്ട് ഇടപഴകിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് ചിലപ്പോൾ പറ്റില്ല കേട്ടോ. ഇന്ന് അത്യാവശ്യമുള്ള ഡിറ്റർജന്റുകളും പിന്നെ അതിനുശേഷം അത് പിന്നെ സുഗന്ധപൂർവമാക്കാനുള്ള ലിക്വിഡുകളും എല്ലാം നിക്ഷേപിച്ച് അതിന്റെ പുറത്ത് അത്തരം പൂശിയാണ് നമ്മള് നടക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് അതുകൊണ്ട് ബൈബിളിന്റെ ലേഖനകർത്താവിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചകമായിരുന്നു ആ വാക്ക് എന്നാ ഞാൻ പറഞ്ഞു വന്നത്. വൃത്തികെട്ട തുണിക്കഷ്ണമായിരുന്നു. കാരണം നമ്മുടെ അടുക്കൽ ദൈവം വന്നാൽ നാറ്റം വെച്ചും മൂക്കും അടയ്ക്കുന്ന നിലയിലുള്ള ഒരു നീതിയായിരുന്നു നമ്മുടെ നീതി. നാം എല്ലാവരും എന്തിനാ നാറിക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്? പാപത്തിൽ നാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്തുവിന്റെ നീതിയുടെ അങ്കി അവൻ നമ്മെ അണിയിച്ചു. നമ്മുടെ ഈ അങ്കി മാറ്റിയിട്ട് അവിടുത്തെ നീതിയുടെ അങ്കി അവൻ നമ്മെ ധരിപ്പിച്ചു. നാം അവന്റെ കീഴില് അഭയം പ്രാപിച്ചു. ക്രിസ്തുവിന്റെ നീതി അതുകൊണ്ട് ഇപ്പോൾ ആരുടെ നീതിയായി മാറി? നമ്മുടെ നീതിയായി മാറി. ശ്രദ്ധിച്ചു കേൾക്കണേ. ക്രിസ്തുവിന്റെ നീതി ഇപ്പോൾ ആരുടെ നീതിയായി മാറി? നമ്മുടെ നീതിയായിട്ട് മാറി. അത് എന്തുകൊണ്ടാ അത് നമ്മുടെ നീതിയായി മാറിയപ്പോ നമുക്ക് എന്താ ബെനിഫിറ്റ് ഉണ്ടായത്? ആ അങ്കി നമ്മെ ദൈവം മുൻപാകെ സ്വീകാര്യരാക്കി തീർന്നു. അതാ അതിന്റെ മെച്ചം. ദൈവം മുൻപാകെ നാം അക്സെപ്റ്റബിൾ ആയി. അല്ല, ദൈവം മുൻപാകെ നാം അക്സെപ്റ്റബിൾ ആയത് നമ്മുടെ ഈ പഴങ്കണ്ടത്തിന്റെ നാറ്റം കൊണ്ടല്ല. ദൈവം നമുക്ക് നൽകിയ അങ്കിയുടെ ബലത്തിലാണ് ദൈവത്തിന്റെ മുൻപാകെ നാം സ്വീകാര്യം പ്രാപിച്ചത്. ഇത് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു വരുന്ന നീതി എന്ന് പറയുന്ന രാജാവിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, അല്ലാതെ ജഡ്ജിയായിട്ടല്ല നീതി എന്ന വാക്ക് കൊണ്ട് ദൈവത്തെ പരാമർശിക്കുന്നത്. ആ നീതിയുടെ അങ്കി അവിടുന്ന് നമുക്ക് നൽകിയത് കൊണ്ട് നീതിമാനായ ദൈവത്തിന്റെ മുൻപാകെ നാം സ്വീകാര്യരായി തീർന്നു. ഈ പകർന്നു നൽകിയ നീതിയുടെ പ്രായോഗിക നീതിയിൽ നാം നടക്കണം.
അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവം സൗജന്യമായി നൽകിയ ഈ നീതി ദൈവം നമുക്ക് നൽകി, പിതാവിന്റെ മുൻപാകെ നമുക്ക് സ്വീകാര്യം ലഭിച്ചു. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്തം എന്താ? പ്രാക്ടിക്കൽ റൈച്ചസ്നെസ്സിൽ നാം എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ ജീവിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? പ്രാക്ടിക്കൽ റൈച്ചസ്നെസ് നാം ഈ ഭൂമിയിൽ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യത്തിൽ ഈ പ്രാക്ടിക്കാലിറ്റി പറയുന്നത്, നീതിമാനായവൻ ഇനിയും എന്ത് ചെയ്യട്ടെ? അപ്പൊ നാം നീതിമാനായത് എങ്ങനെയാ? എന്ന് പറഞ്ഞാൽ ഞാൻ 1000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു, 10,000 പേർക്ക് വസ്ത്രം കൊടുക്കുന്നു, 20,000 പേർക്ക് സ്കൂൾ യൂണിഫോം മേടിച്ചു കൊടുക്കുന്നു, അപ്പൊ അടുത്ത പ്രാവശ്യം ഞാനത് 30,000 ആക്കണം. അതല്ല പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവേശു മുഖാന്തരം സൗജന്യമായി നമുക്ക് നീതിയുടെ വസ്ത്രം ലഭിച്ചു. നമ്മുടെ പാപത്തിന്റെ ഉടുപ്പിനെ അവൻ മാറ്റിയിട്ട് നീതിയുടെ അങ്കി നമ്മെ ധരിപ്പിച്ചിട്ട് പിതാവിന്റെ മുൻപിലുള്ള സ്വീകാര്യം ദൈവം നമുക്ക് നൽകി. ആ നീതിയുടെ പ്രായോഗികമായിട്ടുള്ള അനുഭവം ഈ ലോകത്തിൽ നാം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും കാണിച്ചു കൊടുക്കണമെന്ന ഈ വാക്യത്തിന്റെ അർത്ഥം. അല്ലാതെ നാം ഉദ്ദേശിക്കുന്ന നമ്മുടെ അകത്തുള്ള നീതിയിൽ നിന്ന് അത് ഇരട്ടിയാക്കണമെന്നുള്ളതല്ല. ക്രിസ്തുവിന്റെ നീതിയിൽ ഉറച്ച് ആ നീതിയുടെ പ്രായോഗികത ഈ ലോകത്തിൽ നാം മികവോടെ നൽകാനായിട്ട് കഴിയണം. മനസ്സിലായല്ലോ എന്താ നീതി എന്ന് പറഞ്ഞാൽ? അപ്പൊ ഒന്നാമത്തെ അനുഗ്രഹം നീതിയുടെയും സമാധാനത്തിന്റെയും ജീവിതമാണ്. അപ്പൊ നീതിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശു മുഖാന്തരം സൗജന്യമായി ലഭിക്കുകയും ആ നീതി കൊണ്ട് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ മികവ് ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനമാണ്. നാം ചെയ്യേണ്ടത് ആ നീതിയുടെ പ്രായോഗിക തലത്തിൽ ഈ ലോകത്തിന്റെ വെളിച്ചമായി ഭൂമിയുടെ ഉപ്പായി ജീവിക്കുക എന്നുള്ള ഉത്തരവാദിത്വവും എനിക്കും നിങ്ങൾക്കുമുണ്ട്. 2, ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. അപ്പോ ഒന്നാമത്തെ ഭാഗത്ത് തന്നെ ഉള്ള 2 പാർട്ടാണ് അല്ലെ? യേശു ക്രിസ്തുവിലൂടെ മഹാപുരോഹിതനിലൂടെയുള്ള നീതിയും സമാധാനവുമാണ് ഒന്നാമത്തെ അനുഗ്രഹം. അതിൽ നീതി എന്താണെന്ന് നമ്മൾ കണ്ടു. 2, സമാധാനം അല്ലെ? അവിടുന്ന് തന്നെയാണ് നമ്മുടെ സമാധാനം എന്ന എഫേസ്യ ലേഖനം 2:14 പറയുന്നത്. ക്രിസ്തു തന്നെയാണ് നമ്മുടെ സമാധാനം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? നാം ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. നമ്മൾ ശണ്ട കൂടാൻ പോയിട്ടോ ദൈവം നമ്മളുമായി ശണ്ടയിടാൻ വന്നിട്ട് ഒന്നുമല്ല. ദൈവിക നിയമം നമുക്ക് സത്യം പറഞ്ഞ വിരുദ്ധമായിരുന്നു. ന്യായപ്രമാണം നമുക്ക് വിരുദ്ധമായിരുന്നു. വേർപാടിന്റെ മതിലിന്റെ ഖനം അനുദിനം കൂടിക്കൊണ്ടിരുന്നു. വേർപാടിന്റെ നടിച്ചുവരിന്റെ ഖനം ഈ ന്യായപ്രമാണ കാലത്ത് കൂടുകയല്ലാതെ കുറഞ്ഞൊന്നും വന്നിരുന്നില്ല. എന്നാൽ ക്രിസ്തു മധ്യസ്ഥനായി പ്രവർത്തിക്കുകയും സ്വന്തം ശരീരത്തിന്റെ മൂടുപടം വലിച്ചു കീറി, സ്വന്തം ശരീരം എന്ന മൂടുപടം വലിച്ചു കീറി വേർപാടിന്റെ മതിൽ ചുവൻ അവൻ തകർക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം ദൈവവുമായിട്ട് അനുരഞ്ജനത്തിലായി. ഒറ്റ കാരണമേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം എന്ത് ചെയ്തു? റെക്കൺസിലിയേഷൻ, അനുരഞ്ജനത്തിലേക്ക് വന്നു. അവന്റെ പുത്രനെ നമ്മുടെ രക്ഷകനും പകരക്കാരനുമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നാം ദൈവവുമായിട്ട് ഒരു സമാധാനം സ്ഥാപിച്ചു എന്നർത്ഥം. അനുരഞ്ജനം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ചിഹ്നമാണ്. എങ്ങനെയാ നമുക്ക് സമാധാനം ദൈവവുമായിട്ട് ഉണ്ടാക്കാനായി കഴിഞ്ഞത്? അവന്റെ പുത്രനെ നമ്മുടെ രക്ഷകനും പകരക്കാരനുമായി സ്വീകരിച്ചത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ പകരക്കാരനായി എന്ത് ചെയ്തു? കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, അനുരഞ്ജനം ഉണ്ടാക്കി. ആ പകരക്കാരനെ നാം സ്വീകരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൈവവുമായൊരു സമാധാനം ലഭിച്ചു. അതുവരെ നമ്മൾ ദൈവമായിട്ട് എങ്ങനെയുള്ളവരായിരുന്നു? ശത്രുത്വത്തിലായിരുന്നു. വേർപാടിന്റെ നടിച്ചുവരുടെ ഖനം കൂടിക്കൂടി വന്നതല്ലാതെ അതിനൊട്ടും കുറവില്ലായിരുന്നു.
ഇവിടെയാണ് സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം. അല്ലാതെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഉണ്ടായ സമാധാനം അല്ല കേട്ടോ. ഒരു പ്രസംഗം കേട്ടിറങ്ങിയപ്പോൾ ഉള്ള സമാധാനം അല്ല. ഞാൻ ഭയങ്കര അസ്വസ്ഥതയിലായിരുന്നു, ഒരു ദേവദാസൻ കയറി വന്ന് അന്നത്തെ ദൂത് ഒരു തണുപ്പ്, അതല്ല ഈ സമാധാനം. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഈ സമാധാനം, കർത്താവ് പറഞ്ഞ സമാധാനം ഉണ്ടാകത്തേ ഇല്ലെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് ഒരു സമാധാനം എത്തില്ല, കിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവിക സമാധാനം വേറെയാ, ഇത് അനുരഞ്ജനത്തിലൂടെ ലഭിച്ചതാ. അത് വസ്തുക്കൾ കൊണ്ടോ മൂഡ് കൊണ്ടോ അവസ്ഥകൾ കൊണ്ടോ മാറി മറയുന്ന ഒരു സമാധാനമല്ല, ഒരു നീതിയല്ല കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് സഭയെ പഠിപ്പിച്ചു കൊടുക്കട്ടെ, രക്ഷിക്കപ്പെടുന്നവരെ ആദ്യമേ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആരാ? നമ്മുടെ സമാധാനം എന്താണെന്നറിയാമോ? ആ 3 ദിവസം ഉപവാസമൊക്കെ ഇരുന്നപ്പോൾ അതിനുശേഷം നമുക്ക് മാംസയോഗത്തിലൂടെ കിട്ടിയ ആ ശാപ്പാടൊക്കെയാണ് നമ്മുടെ സമാധാനത്തിന്റെ ഭാഗം. അതൊക്കെ എന്താണെന്നറിയാമോ? വേവറിങ് ആണ്. അതെല്ലാവർക്കും ഉള്ളതാണ്, ലോകത്തിലുള്ളവർക്കും നമുക്ക് ഒരുപോലെ ഉള്ളതാ. അത് ഫ്ലക്ച്യുവേറ്റഡ് ആണ്, അതിനൊരിക്കലും എന്തില്ല, ഒരു സ്ഥിരത ഇല്ല. ഈ സമാധാനം എന്താ? യേശുക്രിസ്തുവിനെ പകരക്കാരനായും രക്ഷകനായും സ്വീകരിച്ചത് മുതൽ നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് വരെ മാത്രമല്ല, നിത്യതയിലും തുടരുന്ന ഒരു സമാധാനമാണ്. അത് എറ്റേണൽ ആണ്. ആ സമാധാനം നിത്യമായ സമാധാനമാണ്. കർത്താവ് നമ്മെ ആശീർവദിച്ചിരിക്കുന്ന നിത്യമായ സമാധാനം കൊണ്ട്, അല്ലാതെ നിങ്ങൾക്ക് എനിക്കും ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സമാധാനം കൊണ്ടല്ല. ഇത് നാം വളരെ നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അപ്പൊ ഇവിടെ നാം ദൈവവുമായി സമാധാനത്തിലായിരിക്കുന്നതിനാൽ എന്താ സംഭവിച്ചത്? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. ശ്രദ്ധിക്കണേ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് നാം ഉണ്ടാക്കിയെടുക്കുന്ന സമാധാനമല്ല ആ സമാധാനം. അത് ബുദ്ധിയെ കവിയുന്ന ഒരു സമാധാനമാണ്. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒക്കെ നിറച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഭക്തന്മാര് പ്രസംഗത്തിന്റെ ഭാഗമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ക്യാരക്ടേഴ്സ് നമുക്ക് കാണാം. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അസമാധാനം നിറഞ്ഞ മിഷൻ യാത്രകൾ, അസമാധാനം നിറഞ്ഞ സുവിശേഷ വേലകൾ, ഞെരുക്കങ്ങൾ. പൗലോസിനെ പോലെയുള്ളവർക്ക് പലവട്ടം പട്ടിണി, ഉറക്കിളപ്പ്, ദാഹം, സ്വന്തം സഹോദരന്മാരുടെ പ്രശ്നങ്ങൾ, വാള്, ഭരണപരമായ എതിർപ്പുകൾ. അവിടെയൊക്കെ ഒരു ബുദ്ധി കൊണ്ട് നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമാധാനമല്ല, അതിനെ കവിയുന്ന യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ച സമാധാനത്തിലാണ് അവര് ബലപ്പെട്ടിരുന്നത് എന്നുള്ള സത്യം പാവപ്പെട്ട സഹോദരന്മാർക്ക് നിങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്കണം, നമ്മളെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ ആരാ പറയാനായിട്ടുള്ളത്? അപ്പൊ നമ്മുടെ സമാധാനം എന്നുള്ളത് നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതല്ല നമ്മുടെ സമാധാനത്തിന്റെ കാരണം. നമ്മുടെ സാലറി 30-ാം തീയതി വന്നോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ സമാധാനത്തിന്റെ കാരണം. നമ്മുടെ മക്കളുടെ തീരുമാനങ്ങൾ എന്തായിരുന്നു എന്നുള്ളതല്ല നമ്മുടെ സമാധാനത്തിന്റെ അടിസ്ഥാനം. നമ്മുടെ കമ്പനിയോ നമ്മുടെ സ്ഥാപനമോ നമുക്ക് ചുറ്റുമുള്ള രാജ്യത്തിന്റെ ക്രമീകരണങ്ങളോ യുദ്ധഭീഷണികളോ നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങളോ ഒന്നുമല്ല നമ്മുടെ സമാധാനത്തിന്റെ കാരണം. നമ്മുടെ സമാധാനം ശാശ്വതമാണ്. ഒന്നിനും ഒരു സംഭവങ്ങൾക്കും അതിനെ ശല്യപ്പെടുത്താനോ അതിനെ ഇല്ലാതാക്കാനോ കഴിയില്ല. അത് യേശുവിന്റെ സമാധാനമാണ്. യേശുവിനെ പകരക്കാരനായി സ്വീകരിച്ചപ്പോൾ പിതാവുമായിട്ട് നാം പ്രാപിച്ചെടുത്ത സമാധാനമാണ്. ശത്രുത്വം നീങ്ങിപ്പോയപ്പോൾ നമുക്കുണ്ടായ സമാധാനമാണ്. മനസ്സിലായോ? എനിക്ക് ഇത്രയൊക്കെ പറയാനേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ചുറ്റുമുള്ള ഘടകങ്ങളൊന്നും ഞാൻ സമാധാനത്തിന്റെ കാരണമായിട്ട് കാണുന്നില്ല. നല്ല ഒരു ഭാര്യയെ കിട്ടിയാൽ സമാധാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരാളൊന്നും ലോകത്തിൽ ഇതുവരെ ജനിച്ചിട്ടുമില്ല, ഇനി ജനിക്കാൻ പോകുന്നുമില്ല. ഞാൻ പറയുന്നത് എല്ലായിടത്തും കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്. അത് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്വീകരിക്കുമ്പോൾ ഭവനത്തിനകത്തും കോൺഫ്ലിക്റ്റ്. അതിന്റെ അർത്ഥം എന്താ? സിമ്പിൾ തിങ് ആണ്. നിങ്ങളുടെ സമാധാനത്തിന്റെ ആങ്കർ പിതാവുമായുള്ള ശത്രുത്വം നീക്കുന്ന
പുത്രന്റെ കരുണയാൽ ലഭിക്കുന്നത് മാത്രമാണ്. അല്ലാത്ത ഒരു സമാധാനത്തിന് നിലനിൽപ്പ് ഇല്ല. അപ്പോൾ മൽക്കീസദേക്ക് നീതിയുടെയും സമാധാനത്തിന്റെയും ഒരു രാജാവായിരുന്നു. ക്രിസ്തു നമ്മുടെ രാജാവും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവന്റെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ മേലുള്ള അവന്റെ ഭരണം നീതിയും സമാധാനവുമാണ്. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീതിയുടെയും സമാധാനത്തിന്റെയും ഒക്കെ ഉപോൽപ്പന്നമാണ് സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് ആ സന്തോഷത്തിൽ നിൽക്കണം. അതുകൊണ്ട് എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറയുന്നത് എവിടെ കിടന്നാ പറഞ്ഞത്? എനർജി ഡ്രിങ്ക് കുടിച്ചിട്ടാണോ പറഞ്ഞത് പൗലോസ്? എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞാൽ ഈ നീതിയുടെയും സമാധാനത്തിൽ നിന്നും ലഭിക്കുന്ന സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ഈ ലോകത്തിൽ പാവപ്പെട്ടവരായ എനിക്കും നിങ്ങൾക്കും ഉള്ളൂ. ബാക്കിയെല്ലാം ലോകം നിങ്ങളെ പകയ്ക്കും. ലോകം നിങ്ങളെ പകയ്ക്കും. പട്ടിണി നിങ്ങൾക്കുണ്ടാകും. ദിനം പ്രതി പോരായ്മകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഇതെല്ലാം നാം ദിനം പ്രതി അനുഭവിക്കുന്നവരാ. ഞാനത് ആശ്ചര്യമായി കാണാറില്ല. ചില സാഹചര്യങ്ങളിലൊക്കെ വല്ലാത്ത ഞെരുക്കങ്ങൾ വരുമ്പോഴും ഭക്ഷണം പോലും പാചകം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴും ഞാൻ അതിനെ ഒരു ആശ്ചര്യ കാര്യമായിട്ട് കാണാറില്ല. കാരണം നമ്മുടെ സന്തോഷത്തിന്റെ ഉപോൽപ്പന്നം എന്ന് പറയുന്നത് നീതിയും സമാധാനവുമാണ്. അവിടെ നിന്നാണ് നമ്മുടെ സന്തോഷത്തിന്റെ എല്ലാ നങ്കൂരങ്ങളും ഉള്ളത്. ബാക്കിയൊക്കെ ഞാൻ പറയട്ടെ, അതൊക്കെ എനിക്ക് നാളെ ഒരാൾ പരിഹരിച്ച് നൽകിയാൽ ഒരു പക്ഷെ ആ 4 ദിവസം ഞാൻ സന്തോഷവാനായിരിക്കാം, അല്ലെ? നിങ്ങൾ സന്തോഷവാന്മാരായിരിക്കും. പക്ഷേ ഈ ലോകത്ത് ഒരു വലിയ പട്ടിണി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആരെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ? സന്തോഷിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് ആരെയെങ്കിലും എന്തെങ്കിലും കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പറ്റുമോ? കാരണം ആരുടെ കയ്യിലും ഒന്നും ഇല്ല. അവിടെ സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം? യേശുക്രിസ്തുവിലൂടെയുള്ള നീതിയും സമാധാനവുമേ നമുക്ക് സന്തോഷം പകരുകയുള്ളൂ. അതുകൊണ്ട് അവിടെയാണ് നമ്മുടെ സന്തോഷത്തിന്റെ പൂർണ്ണത നാം കണ്ടെത്തേണ്ടത്. ഇപ്പൊ ക്രിസ്തു നിമിത്തം നമുക്ക് വലിയ നീതിയും സമാധാനവും ലഭിച്ചു. ഒരു ശക്തിക്കും ഒരു സൈന്യത്തിനും അതുകൊണ്ട് നമ്മുടെ സമാധാനത്തെ തകർക്കാൻ കഴിയില്ല. സാത്താൻ സമാധാനം തകർക്കുന്നവനും സന്തോഷത്തിന്റെ കൊലയാളിയുമാണ്. അതുകൊണ്ട് നമ്മളെ വലിച്ചുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുവന്നറിയാമോ? സമാധാനം എന്ന് പറഞ്ഞാൽ നീ എത്ര നാളായി കർത്താവിനെ സേവിക്കാൻ തുടങ്ങിയിട്ട് വീടുണ്ടോ? നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി നീ പട്ടിണി കിടക്കുന്നില്ലേ? നിന്നേക്കാൾ മികവ് കുറഞ്ഞവരെല്ലാവരും ലോകം മുഴുവനും സഞ്ചരിച്ച് സ്വതന്ത്രകാഴ്ച എടുത്ത് ബെൻസ് കാറിൽ കറങ്ങുന്നില്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് സാധാരണ വന്ന് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിന്റെ സന്തോഷം ക്രിസ്തുവിലുള്ള സന്തോഷമാകരുത്. നിന്റെ സന്തോഷം ഈ ഭൂമിയിലുള്ള സന്തോഷമാകണം. അതാണ് ശരിയായ സന്തോഷം. ഇതല്ലേ നമ്മുടെ പ്രവാചകന്മാർ നമ്മുടെ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തത്? നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ഞാൻ വേദനയോടെ പറയുകയാണ്, നമ്മുടെ കുടുംബങ്ങളെ കൊല ചെയ്യുന്ന കൊലയാളിയാണ് ഈ സാത്താൻ. ഒരു കാര്യം ഞാൻ പറയുന്നു, നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് നമ്മുടെ നൗകയിൽ ആരുണ്ട്? ക്രിസ്തുവുണ്ട്. ക്രിസ്തു ഉള്ളത് കൊണ്ട് കൊടുങ്കാറ്റിനെ നോക്കി നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയണം. ജീവിത സാഹചര്യങ്ങളിൽ നാം കരയുകയല്ല, നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയണം. ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ജീവിതത്തെ നമുക്ക് നേരിടാനായിട്ട് കഴിയണം. ക്രിസ്തു നിമിത്തം ഞാൻ നീതിമാനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും എന്നെ കുറ്റം വിധിക്കാൻ കഴിയില്ല. ക്രിസ്തു നിമിത്തം എനിക്ക് ദൈവവുമായിട്ട് നല്ല സമാധാനമുണ്ട്. പിതാവുമായുള്ള ഒരു ശത്രുത്വവും എനിക്ക് ഇനിയും ഇല്ല. അതുകൊണ്ട് അത് ആർക്ക് ഗ്രഹിക്കാനായി കഴിഞ്ഞില്ലെങ്കിലും യേശുവിന്റെ സന്തോഷം നമ്മുടെ അകത്തുണ്ട്.
അതെടുത്തു കളയാനായിട്ട് പട്ടിണിക്ക് കഴിയത്തില്ല, വാളിന് കഴിയത്തില്ല, പോരായ്മകൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷ നിമിത്തം നമുക്ക് ലഭിച്ച ഒന്നാമത്തെ ഭാഗ്യകരമായ അനുഗ്രഹമാണ് നീതിയും സമാധാനവും. ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ള അനുഭവമാണ് ഇത്. നാം മനസ്സിലാക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് 2:09 കഴിഞ്ഞു. 1 മണിക്കൂറിലേറെയായി, 1 മണിക്കൂറോളമായി. ഞാൻ കൃത്യസമയത്ത് കയറിയതിന്റെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായി. കർത്താവിന്റെ ദാസന് എല്ലാം നിർത്തി എനിക്ക് നേരെ കൈമാറി. അപ്പൊ ഇനി ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞേ കയറുന്നുള്ളൂ. അഹോ 1 മണിക്കൂറായി. ഈ 2 അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാ ക്രിസ്തു എന്ന മഹാപുരോഹിതനിലൂടെ നമുക്ക് ലഭിച്ചത്. പവർ ഓഫ് ആൻ എൻഡ്ലെസ് ലൈഫ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എൻഡ്ലെസ് ലൈഫ് എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ ഒരു ഭാഷാന്തരത്തിൽ പറഞ്ഞാൽ അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാ ഈ മഹാപുരോഹിതനായ ക്രിസ്തുവിലൂടെ നാം പ്രാപിച്ചത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇതൊക്കെ വേദപുസ്തകത്തിന്റെ ഏറ്റവും നട്ടല്ലായിട്ടുള്ള ഉപദേശങ്ങളുടെ പരാമർശങ്ങളാണ്. അത് അവഗണിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. 15-16 വാക്യങ്ങൾ മൽക്കീസദേക്കിന് തുല്യനായ വായിച്ചു. അപ്പൊ എനിക്കൊന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റുമല്ലോ. മൽക്കീസദേക്കിന് സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിക്കുന്നത്. ഇവിടെ മൽക്കീസദേക്കിന് തുല്യനായ വേറൊരു പുരോഹിതൻ വന്നാൽ, ഞാൻ കുറച്ചുകൂടെ ലളിതമായ ഭാഷാന്തരത്തിൽ ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ് ആ ഭാഗം. ഞങ്ങൾ പറയുന്ന ഈ കാര്യം അധികം വ്യക്തമാകും. അദ്ദേഹം മഹാപുരോഹിതനായി തീർന്നത് തന്റെ കുടുംബ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അനന്തമായ നിത്യമായ ജീവന്റെ ശക്തി തന്നിലുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് ഈ 15-16 വാക്യങ്ങളിൽ പറഞ്ഞു വെക്കുന്ന ഭാഗത്തിന്റെ ലളിതമായ ഒരു സ്റ്റേറ്റ്മെന്റ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജീവിതം നിത്യവും ശാശ്വതവുമാണ്. ഇത് ഉറപ്പാ, യാതൊരു സംശയവും ആർക്കും വേണ്ട. ഒരടക്കം കൊണ്ട് മാത്രം ജീവിതം അവസാനിക്കുന്നില്ല. സൂക്ഷ്മാണുക്കൾ നഷ്ടപ്പെടുമ്പോൾ ജീവിതം ഇല്ലാതാകുന്നില്ല. ബയോളജിക്കൽ ഡെത്ത് ജീവിതത്തെ ഫുൾ സ്റ്റോപ്പ് അല്ല. ജീവിതം നിത്യവും ശാശ്വതവുമാണ്. കാരണം അനശ്വരമായ ജീവന്റെ ശക്തി ആരുടെ കയ്യിലുണ്ട്? നമ്മുടെ മഹാപുരോഹിതനായിട്ടുള്ള അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തി അവനിലുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വ്യത്യസ്ത വ്യക്തിത്വങ്ങളിൽ നാം വിശ്വസിക്കുന്നവരാണ്, അല്ലെ? പഴയ നിയമത്തിൽ കുടുംബത്തിലെ പിതാവ് എല്ലാവർക്കും ഒരു തരത്തിൽ പുരോഹിതനായിരുന്നു, അല്ലെ? എല്ലാവർക്കും ഒരു തരത്തിൽ പുരോഹിതനായിരുന്നു. നമ്മുടെ വീണ്ടെടുപ്പിന് കർത്താവായ മഹാപുരോഹിതൻ എന്താണ് ചെയ്തത്? ഒരു മറുവില നൽകി. ഒരു വില, നമുക്ക് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു വില നൽകി. അവന്റെ രക്തത്താൽ നമ്മെ എന്ത് ചെയ്തു? അവിടുന്ന് ശുദ്ധീകരിച്ചു. അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുകയും ചെയ്യുന്നു. തന്റെ സാന്നിധ്യത്തിൽ അവൻ നമ്മെ സംരക്ഷിക്കുന്നു. നമ്മുടെ മേലുള്ള ഈ വലിയ സാന്നിധ്യവും സംരക്ഷണവും കരുതലും ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, അത് അഴിഞ്ഞു പോകാത്തതാണ്. അത് നിത്യതയിലേക്ക് വ്യാപിക്കുന്നതാണ്. ഈ കരുതൽ ഇവിടം കൊണ്ട് തീരുന്നതല്ല, നിത്യതയിലേക്ക് വ്യാപിക്കുന്നതാണ്. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നാം അവനുമായി
ശാശ്വതമായി ഏകീകരിക്കപ്പെടുകയാണ്, ഒന്നാകുകയാണ്. ഇവിടെ നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ആ നിലയിൽ ശാശ്വതമായി ഏകീകരിക്കപ്പെടാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിത്യതയിൽ നമുക്ക് ശാശ്വതമായിട്ട് നമ്മുടെ കർത്താവുമായിട്ട് ഏകീകരിക്കപ്പെടാനായിട്ട് കഴിയും. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം, നാം ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമ്മുടെ നിത്യജീവൻ എങ്ങനെയുള്ളതാണ്? അജയ്യമാണ്, അഴിഞ്ഞു പോകാത്തതാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ നിത്യജീവൻ അഴിഞ്ഞു പോകാത്തതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ നിത്യജീവൻ അഴിഞ്ഞു പോകാത്തതാണ്. യേശു എന്താ പറഞ്ഞത്? ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. യോഹന്നാൻ 10-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ഈ വാക്യത്തിലെ 2 ഊന്നലുകൾ വായിച്ചപ്പോഴേ ഞാൻ ഊന്നിയാണ് പറഞ്ഞത്. ഒന്ന്, ആദ്യം യേശു പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. അവിടെ ഞാൻ എംഫസൈസ് ചെയ്ത് എൻ്റെ കയ്യിൽ. അപ്പോൾ നിത്യജീവൻ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ ജീവൻ ആരുടെ കയ്യിലാണ്? ക്രിസ്തുവിന്റെ കയ്യിലാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അതിനെ കുറച്ചുകൂടെ ഉറപ്പിക്കുകയാ, മേൽ കയറ്റി പറയുകയാ, എൻ്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. അതിന്റെ അർത്ഥം എന്താ? എന്തൊരു ഉറപ്പും സുരക്ഷിതത്വവുമാണ് യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ ജീവന് കർത്താവ് നൽകിയിരിക്കുന്നത്. ഡബിൾ ഗ്യാരണ്ടിയാ. 2 പൂട്ടിയേക്കുക. ക്രിസ്തുവിന്റെ കയ്യിൽ, പിതാവിന്റെ കയ്യിൽ. പിന്നെ ഇതിന് ഇത്ര വലിയ ആശങ്ക? എന്റെ ചോദ്യം ഇതാണ്. സാത്താന്റെ മുൻനിര ആക്രമണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്രമണം ഈ ഉറപ്പിന്റെ മേലുള്ള ആക്രമണമാണ്. ഈ ഉറപ്പിന്റെ മേലുള്ള ആക്രമണമാണ്. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും നേരിട്ടിരിക്കാം. ഇവിടെ നമ്മൾ ഈ ബ്രദറുകാരാ നമുക്ക് ഇത് പറയുമ്പോൾ പറയും. ഞാൻ ബ്രദറുകാരുടെ കാര്യമല്ല പറയുന്നത്, അതറിയാൻ മേലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ എന്ത് പറയുമ്പോഴും കാൽവിനിസ്റ്റ് ചിന്തയാണെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവര് പറയുന്നത് പലതും വേദപുസ്തകത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. കാൽവിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാൽവിൻ പറഞ്ഞിരിക്കുന്ന എല്ലാം തെറ്റാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാൽവിൻ വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽവിൻ ശരിയാണ്, പറയാത്തത് തെറ്റുമാണ്. അപ്പൊ എല്ലാത്തിനും കയറി നിങ്ങൾ അങ്ങനെ പരാമർശം കൊടുക്കരുത്. കാരണം ഈ കാൽവിൻ എന്താ പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകം തുറന്ന് വായിക്കാൻ പോലും അറിയാൻ മേലാത്തവരാ ഈ പദപ്രയോഗങ്ങൾ നടത്തുന്നത്. ഞാൻ അവരെ കുറിച്ച് സഹതപിക്കുന്നു. ഞാൻ അവരെ എൻ്റെ ലൈബ്രറിയിലേക്ക് ക്ഷണിക്കുക. കാൽവിന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും എൻ്റെ ലൈബ്രറിയിലുണ്ട്. അദ്ദേഹം എഴുതിയ എല്ലാ പുസ്തകങ്ങളും ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. വായിച്ചിട്ട് പറ, സ്ക്രിപ്ചറുമായി യോജിക്കാത്തത് എന്തെങ്കിലും ഞങ്ങൾ പറയുന്നുണ്ടോ എന്ന്. അതിനപ്പുറമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ കളക്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കപ്പെട്ടത് ഇത് കാൽവിന്റെ ഉപദേശമാണെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ്. അവിടെ എനിക്ക് ഇദ്ദേഹം എന്താ പറയുന്നത് എന്ന് എനിക്ക് അറിയാനൊരു ത്വര ഉണ്ടായത്. അതുവരെ എനിക്ക് അത്രയും ത്വരയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, സാത്താന്റെ മുൻനിര ആക്രമണങ്ങളിൽ ഒന്ന് ഈ ഉറപ്പിന്റെ മേലാണ്. ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നമുക്ക് വിശ്വാസം മുറുകെ പിടിക്കണം. നമ്മുടെ മഹാപുരോഹിതൻ ഭൂമിയിലെ മറ്റു പുരോഹിതന്മാരെ പോലെ ദുർബലനല്ലെന്ന കർത്താവ് പറയുന്നത്. എല്ലാ ശക്തിയും എല്ലാ അധികാരവും ഉള്ളവനാ. അവന്റെ കൈക്കകത്തിരിക്കുന്ന ആ ജീവനെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. ഇത് നിത്യവും അനന്തവുമായ ജീവിതം. പാപത്തിൽ നിന്നുള്ള മോചനത്തിന്റെ ഫലമായിട്ട് ക്രിസ്തുവേശു മുഖാന്തരം നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണത്.
ഇത് ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാതിരുന്നതാണ് കേട്ടോ. അത് നമുക്കറിയാം. ഇത് ന്യായപ്രമാണത്തിന് ഇത് ചെയ്യാൻ കഴിയാതെ മുമ്പിലത്തെ കൽപ്പന 18 മുതൽ 22 വരെ നമ്മുടെ 7-ാം അധ്യായത്തിന്റെ പഠനത്തിൽ വായിച്ചാൽ മതി. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം അതിനെ എന്ത് ചെയ്തു? അസാധുവാക്കി, ഇൻവാലിഡ് ആക്കി. കാരണം അതിന് അസാധുവാക്കി, നല്ല ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ, അത് ഇൻവാലിഡ് ആക്കി. കാരണം ന്യായപ്രമാണം ഒന്നിനും പരിപൂർണത നൽകുന്നില്ല. മറുവശത്ത് ഏറെ നല്ല പ്രത്യാശ കൊണ്ടുവരുന്നു. ഈ വാക്യത്തിന്റെ ഒരു സമ്മറിയാണ് ഞാൻ പറയുന്നത്. ഏറ്റവും നല്ല പ്രത്യാശ കൊണ്ടുവരുന്നു. അതിലൂടെ നാം ദൈവത്തോട് അടുക്കുന്നു. അതിലധികമായി യേശു ഏറെ ശ്രേഷ്ഠമായിട്ടുള്ള ഉടമ്പടി ഉറപ്പാക്കുന്നു. മുൻ ഉടമ്പടി മരണത്തിന്റെ ശുശ്രൂഷയായിരുന്നു. ഇനി പുതിയ നിയമത്തിൽ നിങ്ങൾ ന്യായപ്രമാണം കൊണ്ടുവരണ്ട ആരും, അത് മരണത്തിന്റെ ശുശ്രൂഷയായിരുന്നു. എന്നാൽ രണ്ടാമത്തേത് ജീവന്റെ ശുശ്രൂഷയാണ്. പുതിയ നിയമം ജീവന്റെ ശുശ്രൂഷയാണ്. ഞാനത് വിശ്വസിക്കുന്നു. പുതിയ നിയമം മരണത്തിന്റെ ശുശ്രൂഷയല്ല, മരണഭീതിയുടെ ശുശ്രൂഷയല്ല. ഒരാളെ എപ്പോഴും ഇങ്ങനെ കൃപാസനത്തിന്റെ കൊമ്പിലേക്ക് ഓടിപ്പിടിക്കാൻ പോകുന്നു, കുറെ പരീശന്മാർ കല്ലുമായി പുറകെ ഓടുന്ന ഒരു ശുശ്രൂഷയല്ല പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. അത് ജീവന്റെ ശുശ്രൂഷയാ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ ദൈവത്തിന്റെ ദാനം എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിത്യജീവനാകുന്നു. റോമാലേഖനം 6:23. യേശുവിനോട് ചേരുന്നതിന്റെ ഫലം വിശുദ്ധിയും അവസാനം എന്താണ്? നിത്യജീവനുമാണ്. 6:22 വായിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടും അത്. യേശുവിനോട് ചേരുന്നതിന്റെ ഫലം, ആദ്യത്തെ ഫലം വിശുദ്ധിയാണ്, അവസാനത്തെ ഫലം എന്താണ്? നിത്യജീവനാണ്. നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്ത നമ്മുടെ മഹാപുരോഹിതൻ എന്നേക്കും ജീവിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അവൻ എന്നേക്കും ജീവിക്കുന്നു. പുത്രന്റെ കയ്യിലും അതിലെ പിതാവിന്റെ കയ്യിലും നമ്മുടെ നിത്യജീവന് ഉറപ്പാക്കി വെച്ചിരിക്കുകയാണ്. അത് ഒരു സാത്താനും അവിടുത്തെ കയ്യിൽ നിന്ന്, അവിടുത്തെ മുഷ്ടിയിൽ നിന്ന്, നല്ല ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ മുഷ്ടിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ഈ ഉറപ്പ് ക്രിസ്തു എന്ന മഹാപുരോഹിതനിലൂടെ നമുക്ക് ലഭിച്ചെന്നാണ് എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറയുന്ന 2-ാമത്തെ കാര്യം. അഴിഞ്ഞു പോകാത്ത നിത്യജീവനാ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. 3-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ സമയം പോയെങ്കിലും ഞാൻ ക്ഷീണിതനാണെങ്കിലും നമുക്ക് 3-ാമത്തെ കാര്യം കൂടെ പറയാം. അപ്പൊ ഈ അധ്യായം അങ്ങ് അവസാനിക്കുക. നിങ്ങൾ എങ്ങനെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിലും എന്റെ ചിന്ത ഈ അധ്യായമെങ്കിലും അവസാനിക്കുമല്ലോ. 3-ാമത്തെ കാര്യം കണ്ടിന്യൂസ് ഇന്റർസെഷൻ ആണ് നമുക്ക് ആ മഹാപുരോഹിതനോട് ലഭിച്ചത്. ഇടമുറിയാത്ത മധ്യസ്ഥത, കണ്ടിന്യൂസ് ഇന്റർസെഷൻ. 24-25 വാക്യങ്ങൾ 7-ാം അധ്യായം ഒന്ന് വായിച്ചുള്ളൂ. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അവനെ പൂർണ്ണമായി രക്ഷിക്കാനായിട്ട് അവൻ പ്രാപ്തനാകുന്നു. അപ്പൊ നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നും രക്ഷപ്പെടത്തില്ലല്ലോ. രക്ഷിക്കപ്പെട്ടാലും നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ അതിനുശേഷം നമ്മുടെ കഴിവുകൾ കൊണ്ടാണ്. ഓക്കെ, നിശ്ചയമായും ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഒരു ഭാഷയിൽ 1-ാമത്തെ പോയിന്റിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ നീതി പ്രായോഗികതയിൽ നാം എന്ത് ചെയ്യണം? നിശ്ചയമായും പ്രദർശിപ്പിക്കണം. അത് ഉറപ്പാണ്. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പിന്നെയും ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിയാണ്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ എന്നെ നന്നായിട്ട് വിശകലനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്റെ മുമ്പിൽ ഇരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാല് എനിക്കോ നിങ്ങൾക്കോ ഒന്നും രക്ഷപ്പെടാനൊന്നും നമ്മുടെ ഇനിയുമുള്ള ഭക്തി കൊണ്ടൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. അവൻ പൂർണ്ണമായി രക്ഷിക്കാൻ പ്രാപ്തനായതുകൊണ്ട് അവനിൽ ആശ്രയിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ.
ഞാൻ കുറെയൊക്കെ ശ്രമിക്കും, പക്ഷെ എന്റെ കൈ തളരുമ്പോൾ ഞാൻ പിതാവിന്റെ കയ്യിലേക്ക് എന്റെ കൈ ഒന്ന് ഉയർത്തും. അവൻ എന്നെ പിടിക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇതാ എന്റെ ഈ കുഞ്ഞു ജീവിതത്തിന്റെ സത്യസന്ധമായ ഒരു സാക്ഷ്യം കേട്ടോ. ഈ ഭൗമിക ശുശ്രൂഷയിൽ ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്കും അവന്റെ സന്ദേശം വിശ്വസിക്കുകയും തന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയും ക്രിസ്തു പ്രാർത്ഥിച്ചിരുന്നു. അത് നമുക്ക് സുവിശേഷങ്ങളിലൊക്കെ കാണാം. കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവരെ ശിഷ്യന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവം തമ്പുരാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. തന്റെ പാപരഹിതമായ രക്തത്തിലൂടെ വിശുദ്ധനായ ദൈവത്തിന്റെ എല്ലാ ആവശ്യങ്ങളും പുത്രനായ ദൈവം നിറവേറ്റി, അല്ലെ? വിശുദ്ധനായ ദൈവത്തിന്റെ സകല ആവശ്യങ്ങളും പുത്രനായ ദൈവം നിറവേറ്റി. അതിനുശേഷം അവിടുന്ന് എവിടെയൊക്കെ പോയത്? ഇവിടെ പ്രാർത്ഥിച്ച കർത്താവ് ആ സമയം കൊണ്ട് പ്രാർത്ഥനയെല്ലാം നിർത്തി സ്വർഗത്തിൽ പിന്നിട്ട കാലങ്ങളിലെ പോലെ തന്റെ പ്രവൃത്തി അനുസൂക്യം തുടരുന്നു എന്നുള്ളതല്ല നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത അതേ പ്രാർത്ഥനാ ശുശ്രൂഷ എന്ത് ചെയ്യുന്നുണ്ട്? തുടരുന്നുണ്ട്. പത്രോസിനോട് പറയുന്ന പോലെ നിന്നെ ഗോതമ്പ് പോലെ മാറ്റിക്കളയേണ്ടതിന് പല പ്രാവശ്യം എന്നോട് ചോദിച്ചു. ഞാനോ? ഇത് ഈ ഭൂമിയിൽ മാത്രമല്ല കർത്താവ് ചെയ്യുന്നത്. നമ്മളിപ്പോഴും ഭൂമിയിൽ അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് പകൽ മുഴുവൻ ദൈവരാജ്യം പ്രഘോഷി എന്നൊക്കെ പറയുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പം 24 hours പുള്ളി എന്ത് ചെയ്യുക? മധ്യസ്ഥ അണയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാരണം അവൻ പൂർണ്ണമായി രക്ഷിപ്പാനായിട്ട് പ്രാപ്തനായതുകൊണ്ട് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുകയാണ്. ഇതാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ അർത്ഥം അവന്റെ മധ്യസ്ഥം പിതാവിന്റെ മുൻപാകെ എന്നും സ്വീകാര്യമാണ്, എന്നും പ്രസാദകരമാണ്. ക്രിസ്തുവിന്റെ മധ്യസ്ഥതയെ ഒരിക്കലും പിതാവായ ദൈവം എന്ത് ചെയ്യത്തില്ല, തള്ളിക്കളയുക ഇല്ല. നമ്മുടെ പ്രാർത്ഥന പറഞ്ഞു ചീറ്റിപ്പോവും. പുത്രനായ കർത്താവ് നമുക്ക് വേണ്ടി രക്ഷിപ്പാൻ പൂർണ്ണമായി ശക്തനായ പ്രാപ്തനായ നമ്മുടെ ക്രിസ്തു പിതാവിന് മുൻപാകെ ചെയ്യുന്ന ഒരു പക്ഷപാതത്തെയും ഒരു പ്രാർത്ഥനയെയും പിതാവായ ദൈവം തള്ളിക്കളയുന്നില്ല. ഞാനിടെ നിങ്ങൾ നിർത്തി പറയുന്ന മനസ്സിൽ അത് കയറണം. പിതാവായ ദൈവം തള്ളിക്കളയുകയില്ല. അപ്പോൾ അതെല്ലാം പിതാവായ ദൈവത്തിന് സ്വീകാര്യമാണ്. അവന്റെ എല്ലാ പ്രാർത്ഥനകളും ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എനിക്ക് വേണ്ടിയാ. അത് എനിക്ക് വേണ്ടിയാ. എന്തൊരു പദവിയാ ദൈവം നമുക്ക് നൽകിയത്! പിതാവ് പുത്രന് ഒന്നും നിഷേധിക്കുന്നില്ല. ആ പുത്രൻ നമുക്ക് വേണ്ടി പിതാവിനോട് എല്ലാം അപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോ എനിക്കിപ്പം തോന്നുന്നത് കൂർക്കം വലിച്ചു കിടന്നുറങ്ങാനാ, റിലാക്സ് ആകാനായിട്ടാ. ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് ലഭിച്ച നിത്യജീവനെ കുറിച്ചും എനിക്ക് ലഭിച്ച രക്ഷയെ കുറിച്ചും ഞാൻ ഒത്തിരി വറീഡ് ആകേണ്ട കാര്യം എന്താ? ഐ ക്യാൻ റെസ്റ്റ് ഇൻ ദ ഹാൻഡ് ഓഫ് ജീസസ്. യേശുവിന്റെ കരങ്ങളിൽ എനിക്ക് നന്നായി വിശ്രമിക്കാൻ കഴിയും. യേശു പറഞ്ഞ ഒരു വാക്കുണ്ട് യോഹന്നാൻ 11:42. പിതാവേ, അങ്ങ് എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയില ആകെ ഒരപേക്ഷ ഒന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം. അത് മനുഷ്യത്വത്തിന്റെ ഒരു ഗദ്ഗതമായിരുന്നു. പക്ഷേ നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യം, അവിടുന്ന് എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. പരീക്ഷിക്കപ്പെടുമ്പോൾ, പ്രലോഭിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ മഹാപുരോഹിത്യ മാധ്യസ്ഥം നമ്മെ ശക്തിപ്പെടുത്തണം. അല്ലെങ്കിൽ നമ്മൾ കുറ്റബോധമുള്ളവരായി ജീവിക്കും, ഗിൽറ്റി കോൺഷ്യസ് നമ്മൾ ജീവിക്കും.
മഹാപുരോഹിത ആ ആ മധ്യസ്ഥം നമ്മെ വളരെ ശക്തീകരിക്കും. നമുക്കുള്ള മഹാപുരോഹിതനും നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്ക് ഉള്ളത്, എനിക്ക് ഉള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് കൃപ ലഭിക്കുവാനുമായി നാം എങ്ങനെയാ പോകേണ്ടത്? ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുക. എന്റെ ജീവനെ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ പുത്രൻ തയ്യാറാകില്ല. ഞാൻ പ്രലോഭിക്കപ്പെടുമ്പോഴും അവൻ മുഷ്ടി കുറച്ചുകൂടെ ചുരുക്കി എന്നെ ചേർത്ത് പിടിക്കും. ഇതാ പത്രോസിനെ പാറ്റിക്കളയാൻ ശ്രമിച്ചപ്പോഴും കർത്താവ് ചെയ്തത്. അവന്റെ മുഷ്ടിയിൽ അവനെ ചുരുട്ടി പിടിക്കുകയായിരുന്നു. ശത്രു നിങ്ങളെ പിന്തുടരുമ്പോൾ, ഞാൻ പറയുന്നു, പാപം നിങ്ങളെ പിന്തുടരുമ്പോൾ, പാപത്തിന്റെ പ്രലോഭനങ്ങൾ നമ്മെ പിന്തുടരുമ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് ഓടുക. ഇരുട്ടിന്റെ ശക്തികൾ നിങ്ങൾക്കെതിരെ അണിനിരക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് കീഴിൽ അഭയം പ്രാപിക്കുക. ആ മഹാപുരോഹിതന് നിങ്ങളുടെ പ്രകൃതം അറിയാം. നാം പൊടിയെന്ന് അവൻ ഓർക്കും. നിങ്ങളെ സംബന്ധിക്കുന്നതെല്ലാം അവൻ പൂർത്തീകരിച്ചു നൽകും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിശ്രമിക്കാനും പരാജയപ്പെടാത്ത യേശുവിന്റെ മഹാപുരോഹിതത്തിന്റെ മധ്യ ശുശ്രൂഷയിൽ ആശ്രയിക്കാനും പഠിക്കണം. ഞാൻ പറഞ്ഞ പോലെ റെസ്റ്റ് ചെയ്യാൻ പഠിക്കണം ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ. അത് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ഈ മഹാപൗരോഹിത്യ മധ്യസ്ഥതയിൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയണം. അവിടെയാണ് നമുക്കത് ഫലദായകമായി തീരുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് പല ചിന്തകൾ വരും, എനിക്കറിയാം. നാം പരാജയപ്പെടുകയും പാപം ചെയ്യുകയും ചെയ്യുന്നത് ദൈവഹിതമൊന്നുമല്ല, ദൈവഹിതമൊന്നുമല്ല. എന്നാല് യാക്കോബിന്റെ ലേഖനം 3:2 പറയുന്നത് നാം പലതിലും തെറ്റിപ്പോകുന്നു. ദൈവഹിതമല്ല, നാം പലതിലും തെറ്റിപ്പോകുന്നു, അല്ലേ? അതൊരു വസ്തുതയല്ലേ? അത് അല്ലെന്ന് ആർക്കെങ്കിലും ഇരുട്ടത്തും വെളിച്ചത്തും ഇരിക്കുന്ന ആളുകൾക്ക് പറയാൻ പറ്റുമോ ഇവിടെ ഈ സ്ക്രീനിൽ? ഇല്ല, നമ്മൾ പലതിലും തെറ്റിപ്പോകുന്നവരാ. 1 യോഹന്നാൻ 1:8 പറയുന്നത് നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മളെ തന്നെ എന്ത് ചെയ്യുന്നു? വഞ്ചിക്കുന്നു. പിന്നെ ഒരു വാക്കൂടെ ഉണ്ട്, സത്യം നമ്മിൽ ഇല്ലാതെയായത്. എന്നുവെച്ചാൽ ക്രിസ്തുവിന്റെ സത്യം നമ്മിൽ വസിക്കുന്നില്ല. ക്രിസ്തുവിന്റെ മഹാപുരോഹിതത്തിന്റെ ശുശ്രൂഷ രക്ഷിപ്പാൻ പ്രാർത്ഥനായവനിൽ നാം ആശ്രയിക്കുന്നില്ല. നാം സ്വയനീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ആശ്രയിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ പരാജയപ്പെട്ടു, അപ്പൊ തന്നെ നമ്മൾ ഫിനിഷ്ഡായി. കൃപയിൽ അല്ല നമ്മള്. കൃപയിൽ നിന്ന് നമ്മൾ വീണു പോയെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാനായിട്ട് സിമ്പിളായിട്ട് കഴിയും. നാം പാപം ചെയ്യുമ്പോൾ ദൈവം സന്തോഷിക്കുകയോ പ്രസാദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ കാര്യം പറയുമ്പോൾ ചിലപ്പോ ചിലര് എൻകൗണ്ടർ അടിക്കും. അപ്പൊ നമ്മൾ പാപം ചെയ്യുമ്പോൾ കർത്താവ് സന്തോഷിക്കുമല്ലേ? കർത്താവ് നമ്മെ പ്രസാദിക്കുമെന്ന്. കർത്താവ് പ്രസാദിക്കുന്നുമില്ല, കർത്താവ് സന്തോഷിക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം, നാം പരാജയപ്പെടുമ്പോൾ ദൈവം നമ്മെ തള്ളിക്കളയില്ല. ഞാൻ പറയുന്നു, ഈ ഉപദേശം പറഞ്ഞു വാദിച്ചു കിടക്കുന്നത് ഞാൻ ചോദിക്കുക, ഇവനെയൊക്കെ അങ്ങനെ കളഞ്ഞായിരുന്നെങ്കിൽ ഇവരാരെങ്കിലും ഉണ്ടാകുമായിരുന്നു? ഈ പറയുന്ന മഹാന്മാര് ആരെങ്കിലും ഉണ്ടാകുക? ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുന്നത് നോബഡി. പോപ്പും ഉണ്ടാകത്തില്ല, അപ്പോസ്തലനായ പൗലോസും ഉണ്ടാകത്തില്ല, ഒരു മനുഷ്യനും ഉണ്ടാകില്ല. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. കാലതാമസമുള്ള ഏറ്റുപറച്ചിലും അനുതാപവും ഒക്കെ സങ്കീർണതയിലേക്ക് നമ്മെ നയിക്കും. ബുദ്ധിയുപദേശം പറയുക, കാലതാമസമുള്ള അനുതാപവും ഏറ്റുമറച്ചിലും ഒക്കെ നമ്മെ വല്ലാതെ തകർത്ത് കളയും. നമ്മുടെ ജീവനെയും
നമ്മുടെ മനസ്സിനെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വർക്ക് പ്ലേസിനെയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ തകർക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്ന ആ നിമിഷം നമ്മുടെ നല്ല കാര്യസ്ഥനായിട്ടുള്ള, എപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥം അണയ്ക്കുന്ന നമ്മുടെ മഹാപുരോഹിതന്റെ മടിയിലേക്ക് നമ്മെ സ്വയമായി നാം സമർപ്പിക്കുക. സമയം നീളും തോറും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അല്ലേ? ചിലർക്ക് ഡോക്ടർ പറഞ്ഞില്ലേ, നേരത്തെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് പോയപ്പോ ഒരാളെ കുറിച്ച് ബൈബിൾ ക്ലാസ്സിന് വേണ്ടി പോയതാണ്, ഒരു ചർച്ചില്. അപ്പൊ അവിടുത്തെ ഒരു സഹോദരനെ കുറിച്ച് പറയുകയാണ്, സംസാരിച്ചപ്പോ അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്ന് എല്ലാരും പറയുന്നത്. ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്, റിയലി ആത്മഹത്യ ചെയ്തു? അല്ലെന്നേ സാറേ, അത് പിന്നെ പുള്ളിക്ക് നെഞ്ചുവേദന തുടങ്ങിയിട്ട് 2-3 ആഴ്ചയായി. എല്ലാരും പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഏറ്റവും അവസാനം അത് കലശലായപ്പോ രാത്രി കൊണ്ടുപോയി, പോകുന്ന വഴിക്ക് ആളെന്ത് ചെയ്തു, മരിച്ചു. എന്ന് പറഞ്ഞ അല്പം മുമ്പ് കൊണ്ടുപോയായിരുന്നെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു. ഇതുപോലെ കർത്താവിന്റെ അടുക്കൽ ഒരു പാപമോ ഒരു പരാജയമോ ഒക്കെ ഉണ്ടാകുമ്പോഴേ അത് വെച്ചോണ്ടിരിക്കല്ല, അത് നമുക്ക് ബോധവാന്മാർ നമ്മളായിത്തീരും. അതേ സമയം തന്നെ നമ്മൾ ചെയ്യണം, പോകണം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ അതിന്റെ സങ്കീർണതകൾ നാം അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ കാര്യസ്ഥനായ മഹാപുരോഹിതന്റെ മടിയിൽ നാം സ്വയമായി അർപ്പിക്കപ്പെടണം. ഈ ഭൂമിയിൽ നമ്മെ ബോധം വരുത്തലിലേക്കും ഏറ്റുപറച്ചിലേക്കും നയിക്കുന്ന സഹായിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, ഒരു രക്ഷിക്കപ്പെട്ട ഒരു വിശുദ്ധൻ ഒരു പാപം ചെയ്താല് 10 മിനിറ്റ് കഴിഞ്ഞ് ട്യൂബ്ലൈറ്റിനെ പോലൊന്നും കത്തില്ല. അപ്പം തന്നെ എന്ത് ചെയ്യും? എന്റെ കാര്യം ഞാൻ പറയുന്നത്, ഒരു വാക്ക് സംസാരിച്ചാൽ അന്നേരം പറയും യു ആർ റോങ്. ആ സെക്കൻഡില് നമ്മൾ ഈഗോ വെച്ച് അത് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നം, എല്ലാം പ്രശ്നം, ദൈവത്തിന്റെ അടുക്കലും പ്രശ്നമാകും. പിന്നെ അത് എല്ലാ മേഖലയിലും പ്രശ്നങ്ങളായിട്ട് മാറും. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മൾ ചെന്നാൽ ഒരു ശിക്ഷാവിധിയും നമുക്കുണ്ടാകില്ല. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാം, പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്ന ഉടനടി പിതാവിന്റെ മടിയിൽ നമ്മുടെ പരാജയത്തെ ഏറ്റുപറഞ്ഞാൽ ഒരു ശിക്ഷാവിധിയും നമുക്കുണ്ടാകില്ല. ഇതാ ഞാൻ വിശ്വസിക്കുന്ന വചനം പറയുന്നത്. അപ്പോൾ അനേകം വിശ്വാസികള് പിശാച് തങ്ങൾക്ക് മേൽ വരുത്തി വെച്ച സ്വയം ശിക്ഷാവിധിയിൽ ജീവിക്കുന്നവരാ. അവർ എപ്പോഴും തങ്ങളുടെ ബലഹീനതകളും പരാജയങ്ങളും നോക്കുന്നു. അവർ പുത്രന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, അവര് നോക്കുന്ന അവരുടെ പരാജയങ്ങളും അവരുടെ ബലഹീനതകളുമാണ്. അവർ തങ്ങളുടെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തുകയും അവരുടെ മാനസാന്തരത്തിന് മുൻപുള്ള ദിവസങ്ങളെക്കാൾ, ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, കൂടുതൽ ദയനീയമായി ജീവിക്കുക. മാനസാന്തരപ്പെടുന്നതിന് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ കുറ്റബോധവുമായിട്ട് എന്ത് ചെയ്യുക, പാപബോധവുമായിട്ട് പരാജയബോധവുമായി നയിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങളെപ്പോഴും ഉപദേശിമാരാ അതിന് കാരണം. ഞങ്ങൾ ന്യായപ്രമാണം പ്രസംഗിച്ച് പിന്നെയും അവരെ കുറ്റബോധവും പാവബോധവും ഉള്ളവരാക്കി തീർത്തു. എന്നാലല്ലേ ഞങ്ങളുടെ കീശയിൽ 4 അണ വരത്തുള്ളൂ? ഞങ്ങൾക്കും ജീവിക്കണ്ടേ, ശമ്പളമൊന്നും ആരും തരുന്നില്ലല്ലോ. ഒരാളോട് പറഞ്ഞ ശമ്പളം ഇതുകൊണ്ടല്ലേ ജീവിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ആളുകളെ കുറ്റബോധവും പാവബോധവും ഉള്ളവരാക്കി വെച്ചെങ്കിലേ ഇവര് ഞങ്ങളുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ. പുതിയ നിയമത്തിന്റെ ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയണം. ക്ഷമിക്കണേ, ഞാൻ ആരെ കുറിച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായ ആത്മാർത്ഥതയുടെ വേദനയിൽ നിന്ന് പറയുന്നതാ. അതുകൊണ്ട് ദയനീയമായി ജീവിക്കരുത്. ബൈബിൾ എന്താണ് പറയുന്നത്? ദൈവം തിരഞ്ഞെടുത്തതിനെതിരെ ആർ കുറ്റം വിധിക്കും? ദൈവമാണ് നീതീകരിക്കുന്നത്. കുറ്റം വിധിക്കുന്നവൻ ആരാണ്? ക്രിസ്തുവാണ് മരിച്ചത്, അവിടുന്നാണ് ഉയർത്തെഴുന്നേറ്റത്. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടിയാണ് മധ്യസ്ഥ അണയ്ക്കുന്നത്. അതുകൊണ്ട് തന്റെ ലിഖിത വചനത്തിൽ അത്തരം വ്യക്തമായ വാഗ്ദത്തങ്ങൾ
നമുക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് ഏറ്റവും ബെസ്റ്റ് നമുക്ക് വേണ്ടി ചെയ്യാനായിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവം തന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നതിലും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുന്നതിലും നാം പരാജയപ്പെടുമ്പോൾ നമ്മുടെ മേൽ ശത്രുവിന്റെ മേൽക്കൈ ഉണ്ടായിരിക്കും, പാപത്തിന്റെ മേൽക്കൈ ഉണ്ടാകും, ദുഷ്ടന്റെ മേൽക്കൈ നമ്മുടെ മേൽ എന്ത് ചെയ്യും? ഉണ്ടാകും. അത് ഉറപ്പാണ്. കാരണം നാം ദൈവവചനത്തിലാ വിശ്വസിക്കേണ്ടത്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിലാ കൂടുതലായി വിശ്വസിക്കേണ്ടത്. അല്ലാതെ നമ്മിലും നമ്മുടെ പ്രവർത്തികളിലും നാം വിശ്വസിക്കുമ്പോൾ ശത്രുവിന് നമ്മുടെ മേൽക്കൈ ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെക്കാൾ വളരെ പരിചയസമ്പന്നനാണ് ആര്? സാത്താൻ. അതുകൊണ്ട് ദൈവവചനം വായിക്കാതെ, ദൈവത്തിന്റെ വാക്തത്തിൽ വിശ്വസിക്കാതെ നമ്മെ മാറ്റിക്കളയാൻ ആ സാത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയണം, ഇങ്ങനെയും എഴുതിയിട്ടുണ്ടല്ലോ. പരീക്ഷിക്കപ്പെടുമ്പോൾ യേശു സാത്താനോട് പറഞ്ഞതുപോലെ ഇങ്ങനെയും എഴുതിയിട്ടുണ്ടല്ലോ. അത് പറയുമ്പോൾ സാത്താൻ ഭയപ്പെടും. അവിടെ ഒരു കാര്യസ്ഥൻ എനിക്ക് വേണ്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സാത്താൻ അന്നേരം നിങ്ങളെ വിട്ടെന്ത് ചെയ്യും? ഓടിപ്പോകും. നിങ്ങളുടെ ചിന്തകളെ വിട്ട് ഓടിപ്പോകും. അടുത്ത തവണ ഞാൻ പറയുകയാ, നിങ്ങൾക്ക് വിഷാദമോ വീഴ്ചയോ ഉണ്ടാകാതിരിക്കട്ടെ, ദൈവഹിതമൊന്നും അല്ല. എന്നാൽ ഈ ലോക ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ പ്രലോഭനമോ ഒക്കെ അനുഭവപ്പെടുമ്പോൾ നിങ്ങള് ഉയരത്തിലേക്ക് നോക്കണം. ചുറ്റുപാടും നോക്കരുത്, താഴോട്ട് നോക്കരുത്. ശത്രു എല്ലാ ചിന്തകളാലും നിങ്ങളെ ആക്രമിക്കും. അവൻ ഒരിക്കലും നിങ്ങളൊരു വിരുന്നൊരുക്കരുത്, ഒരു പ്ലേസ് കൊടുക്കരുത്. സ്വർലോകത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള മഹാപുരോഹിതനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. മധ്യസ്ഥ അടയ്ക്കുന്ന കർത്താവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. വീഴ്ച എത്ര വലുതാണെങ്കിലും അവൻ നമ്മെ കരം പിടിച്ച് ശക്തീകരിക്കാനും നടത്തുവാനും പ്രാപ്തനായ കർത്താവിനെ ഞാനും നിങ്ങളും സേവിക്കുന്നത്. വിശ്വസിക്കുന്ന പിതാവായ അബ്രഹാമിനെ മൽക്കിസദേക്ക് അനുഗ്രഹിച്ചു. 17-ാമത്തെ വാക്യത്തിൽ ശാശ്വതമായ, 24-ാമത്തെ വാക്യത്തിൽ മാറ്റമില്ലാത്ത, 25-ാമത്തെ വാക്യത്തിൽ ശക്തിയുള്ള, 26-ാമത്തെ വാക്യത്തിൽ വിശുദ്ധമായ, 28-ാമത്തെ വാക്യത്തിൽ പൂർണ്ണമായ തന്റെ ഉന്നത മഹാപുരോഹിത ശുശ്രൂഷയാൽ ക്രിസ്തു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒന്നും ഞാൻ പറയാം, ശാശ്വതമായ, മാറ്റമില്ലാത്ത, ശക്തിയുള്ള, വിശുദ്ധമായ, പൂർണ്ണമായ തന്റെ ഉന്നതമായ മഹാപുരോഹിത ശുശ്രൂഷയാൽ യേശു ക്രിസ്തു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ അനുഗ്രഹത്തെ ആർക്കും കവർന്നെടുക്കാൻ കഴിയില്ല. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾക്ക് അങ്ങയുടെ വലിയ മഹാപൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ലഭിച്ച അതിപ്രധാനമായ 3 അനുഗ്രഹങ്ങളെ ധ്യാനിപ്പാനായിട്ട് ദൈവം നൽകിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. നീതിയുടെയും സമാധാനത്തിന്റെയും ഒരു ജീവിതം അവിടുത്തെ മഹാപൗരോഹിത്യ ശുശ്രൂഷ മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ചല്ലോ. അഴിഞ്ഞു പോകാത്ത, ആർക്കും കവർന്നെടുക്കാത്ത പുത്രന്റെ കയ്യിലും പിതാവിന്റെ മുഷ്ടിയിലും സുരക്ഷിതമായിരിക്കുന്ന ഒരു ജീവന്റെ ശക്തിയാൽ, നിത്യജീവനാൽ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഇടമുറിയാത്ത, അണമുറിയാത്ത മധ്യസ്ഥതയാൽ ഞങ്ങളെ അവിടുന്ന് ഈ ദിവസങ്ങളിൽ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായിരിക്കുന്ന ഞങ്ങളുടെ മഹാപുരോഹിതനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആ കർത്താവിൽ സമ്പൂർണമായും ആശ്രയിപ്പാൻ, ആ കർത്താവിൽ സമ്പൂർണമായിട്ടും വിശ്വസിക്കുവാൻ, ഞങ്ങളുടെ ബലഹീനതകളിലും ഞങ്ങളുടെ പ്രതിസന്ധികളിലും ഞങ്ങൾ പതറിപ്പോകാതെ ഉയരത്തിലേക്ക് മാത്രം നോക്കുവാൻ, ആ മഹാപൗരോഹിത്യ മധ്യസ്ഥതയിൽ ആശ്രയിപ്പാൻ അവിടുത്തെ കൃപ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നൽകണം. ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാനും
അത് പറയുവാനും ഒക്കെയുള്ള കൃപ ഞങ്ങൾക്ക് നൽകിയതിനാൽ സ്തോത്രം. അനേകളുടെ നിത്യജീവനത് മുഖാന്തരമാക്കി തീർക്കുകയാണ്. മഹത്വം അങ്ങ് മാത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ.